അമ്മയിലെ അതിരൂക്ഷമായി തുടരുകയാണ്. മലയാള സിനിമയിലെ താരങ്ങളുടെ കൂട്ടായ്മ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. സ്പോൺസർഷിപ്പ് വിവാദങ്ങൾ, സാമ്പത്തിക സുതാര്യതയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ, തെരഞ്ഞെടുപ്പ് ആരോപണങ്ങൾ, വ്യക്തിപരമായ ആക്രമണങ്ങൾ, ഓഡിയോ ടേപ്പുകൾ പുറത്തുവിട്ടു എന്ന വിവാദം, അധികാരപ്പോര്, അങ്ങനെ ഓരോ ദിവസവും പുറത്തുവരുന്ന വെളിപ്പെടുത്തൽ സംഘടനയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുകയാണ്. ഇതിനിടെയാണ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജി പ്രഖ്യാപിച്ച ശ്വേതാ മേനോൻ പോരാട്ടം അവസാനിച്ചിട്ടില്ല എന്ന് വീണ്ടും പ്രഖ്യാപിച്ച് തിരിച്ചു വരുന്നത്. സംഘടനയ്ക്കുള്ളിൽ അഴിമതി നടന്നിട്ടുണ്ടെന്നും ഒന്നിലധികം ക്ലയൻറ്റുകളിൽ നിന്ന് പണം കൈപ്പറ്റിയെന്നും അതിനെക്കുറിച്ച് തനിക്ക് അറിയാമെന്നും ശ്വേതാ മേനോൻ പറയുന്നു. കൂടുതൽ തെളിവുകൾ പുറത്തുവിടും എന്ന സൂചനയും നൽകുന്നു. മറുവശത്ത് ആരോപണങ്ങൾ വെറും ആരോപണങ്ങൾ മാത്രമാണ് എന്നാണ് ആരോപണം വരുന്നത്. അത് താരസംഘടനയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുകയാണ്. ഏതായാലും സംഘടനയെ കോടതി കയറ്റാൻ താല്പര്യമില്ല എന്ന് വ്യക്തമാക്കി അഡ്ഹോക് കമ്മിറ്റി കൺവീനർ രമേഷ് പിഷാരടി തൻ്റെ രാജി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് പ്രതിസന്ധിയുടെ ആഴമാണ് വ്യക്തമാക്കുന്നത്. പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമമാണ് നടത്തിയതെന്നും ഒരു അധികാര സ്ഥാനത്തും കടിച്ചു തൂങ്ങാൻ താല്പര്യമില്ല എന്നുമാണ് പിഷാരടി പറയുന്നത്. അമ്മയിൽ നടക്കുന്നത് എന്താണ്? ഇത് വ്യക്തികൾ തമ്മിലുള്ള ഒരു അധികാരപ്പോര് മാത്രമാണ്, അതോ സംഘടനയുടെ പ്രവർത്തന രീതിയെയും സാമ്പത്തിക സുതാര്യതയെയും ചോദ്യം ചെയ്യുന്ന ഗുരുതരമായ ആരോപണമാണോ? അമ്മയ്ക്കുള്ളിൽ ശരിക്കും അഴിമതി നടന്നിട്ടുണ്ടോ? അതോ ഇത് നേതൃത്വ പോരാട്ടത്തിൻ്റെ ഭാഗമായി വരുന്ന ആരോപണങ്ങൾ മാത്രമാണ്? മലയാള സിനിമയിലെ ഏറ്റവും ശക്തമായ കൂട്ടായ്മയായി ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്ന അമ്മ ഈ പ്രതിസന്ധിയെ അതിജീവിക്കുമോ? അതോ ഈ ഭിന്നതകളും വെളിപ്പെടുത്തലുകളും സംഘടനയുടെ നിലനിൽപ്പിനെയും വിശ്വാസ്യതയും തന്നെ തകർക്കുമോ? തുടരുമോ അമ്മ? അതാണ് ന്യൂസ് 18 പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നിറയെ പ്രേക്ഷകർ എന്നോടൊപ്പം യൂട്യൂബിലും അതുപോലെ ടെലിഫോണിലും ചേരുന്നുണ്ട്. ആദ്യം നമ്മുടെ സ്ഥിരം പ്രേക്ഷകനായ ശ്രീ രഘുനന്ദനൻ തിരുമുല്ലവാരത്ത് നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ രഘുനന്ദനൻ, ഈ പ്രശ്നം പരിഹരിച്ച് അമ്മയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്ന ഒരു പ്രതീതി ഉണ്ടോ, അതോ അമ്മ പിരിച്ചുവിടുന്നതാണോ നല്ലത്? തീർച്ചയായിട്ടും മനു, ഞാൻ രഘു തിരുമുല്ലവരം, അമ്മ പിരിച്ചുവിടുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം സത്യന്റെയും പ്രേംനസീറിന്റെയും കാലം തൊട്ട് ഞാൻ സിനിമ കാണുന്നതും സിനിമാ ഫീൽഡുമായിട്ട് എനിക്ക് നല്ലൊരു പരിചയമുള്ളതുമാണ്, കാണുന്നതാണ്. ഇപ്പോഴാ കൂടുതൽ ശ്രദ്ധിക്കാത്തത്. പക്ഷെ ആ കാലഘട്ടത്തിലൊന്നും ഇതിന്റെ ആവശ്യമില്ലായിരുന്നു. ഓക്കെ, ഇപ്പൊ പ്രശ്നങ്ങൾ വന്നപ്പോൾ നമ്മൾക്ക് അസുഖം വരുമ്പോഴാണ് നമ്മൾ മരുന്ന് പിടിച്ച് കഴിക്കുന്നത്. ആ മരുന്ന് പിടിച്ച് കഴിക്കുമ്പോൾ അസുഖം മാറണ്ടേ? പക്ഷെ ഇതിപ്പോ വന്നപ്പം സാമ്പത്തിക ക്രമക്കേടുകളും പിന്നെ ആൾക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പോരും, അപ്പം ഒരു കാരണവശാലും ഇത് പിരിച്ചുവിടുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. കാര്യം എന്തിനാ ഇവർക്ക് ഈ സംഘടന? ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ ചെളിവാരി അറിയാനല്ലാതെ എത്ര നല്ല ആളുകൾ വന്നു കഴിഞ്ഞാലും ഇത് ഒന്നും ശരിയാക്കാൻ, ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഇത് ശരിയായ ആരോപണമാണോ അല്ലയോ, ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? വെറുതെ ചുമ്മാ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ ചെല്ലുന്നല്ലാതെ. അതുകൊണ്ട് അത് തന്നെയാണല്ലോ ഏറ്റവും മുതിർന്ന ആൾക്കാർ പലരും, ഡീസന്റ് ആയിട്ടുള്ള ആൾക്കാർ പോലും മാറി നിൽക്കുന്നത്. കാര്യം അങ്ങനത്തെ ഒരു അവസ്ഥയിലോട്ട് ഈ സംഘടന പോകുന്നു. ഇത് പിരിച്ചുവിടുന്നത് തന്നെ ഏറ്റവും നല്ലതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശരി, വ്യക്തമാണ്. അപ്പോൾ താങ്കളുടെ അഭിപ്രായം. അപ്പോൾ എന്നോട് നമ്മുടെ ഷാജി ചോദിക്കുകയാണ് കൊല്ലത്തുനിന്ന്, എന്തിനാ മനു ഇങ്ങനെ ഒരു വിഷയം എടുക്കുന്നത്? സമൂഹത്തിന് എന്തെങ്കിലും നേട്ടമോ പ്രയോജനമോ ഉണ്ടോ? എന്തെങ്കിലും ഒരു സാമൂഹ്യ പ്രവർത്തനം നടത്തിയതായി എനിക്ക് അറിയില്ല, എന്ത് കാര്യത്തിനാണിതെന്ന്. പക്ഷേ ഷാജി, ഇവിടെ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, ഒരു കലാകാരൻ എന്നത് സമൂഹത്തിൻ്റെ സ്വത്താണ്. കലയെ അത് ഒരു വലിയ മൂല്യമാണ് ഉയർത്തിപ്പിടിക്കുന്നത്. അത്തരം മേഖലകളിൽ നമുക്ക് അത് ഉണ്ടായേ മതിയാകൂ. അപ്പോൾ അത് അവരെ കൂടി ബോധ്യപ്പെടുത്താൻ പൊതുസമൂഹത്തിനൊരു ഉത്തരവാദിത്വമുണ്ട്. കലാകാരനിൽ നിന്ന് ഒരു സമൂഹം പ്രതീക്ഷിക്കുന്നത് എന്താണ്? നാളെയിലേക്കുള്ള വെളിച്ചമാണ്. അയാൾ സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന സ്വാധീനം വലുതാണ്. ഇതൊക്കെ തിരിച്ചറിഞ്ഞ് കലാകാരൻ എങ്ങനെയാകണം എന്ന് അവരെ കൂടി ബോധ്യപ്പെടുത്താനാണ്. ഏതായാലും കൃഷ്ണകുമാർ കൂടി എന്നോടൊപ്പം ചേരുന്നു കൊല്ലത്ത് നിന്ന്. ശ്രീ കൃഷ്ണകുമാറിന് എന്ത് തോന്നുന്നു? ഇത് നന്നാവൂ ശ്രീ കൃഷ്ണകുമാർ? ഈ അമ്മ നന്നാവത്തില്ലെന്ന് പറയുമ്പം നമുക്ക് സുരേഷ് ഗോപിയുടെ കാര്യം ഒന്ന് പറയാം ചേട്ടാ. ഈ സുരേഷ് ഗോപിക്ക് തൃശ്ശൂർ മത്സരിച്ചപ്പം ഇതിനകത്ത് ഏതെങ്കിലും നടന്മാരാരെങ്കിലും പ്രചരണത്തിന് പോയിട്ടുണ്ടോ? നേരെ മറിച്ച് പിഷാരടി മത്സരിക്കുമ്പോൾ പോകുന്നു. ഒരു രാഷ്ട്രീയ സംഘടനകൾ എല്ലാവർക്കും പ്രവർത്തിക്കാം. ഞാനൊരു കലാകാരനാണ്, ഞാനൊരു മിമിക്രിക്കാരനാണ്, ഞാനും രാഷ്ട്രീയ സംഘടന പ്രവർത്തിക്കുന്നത്. അപ്പം നമ്മൾ BJP എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പ്രവർത്തിക്കാം, കോൺഗ്രസ് പ്രവർത്തിക്കാം, കമ്മ്യൂണിസ്റ്റ് പ്രവർത്തിക്കാം.
എന്ന് പറഞ്ഞ് ഈ ആൾക്കാരെ വേർതിരിച്ച് പറയുന്നത്. ഈ അടുത്ത സമയത്ത് ബാബുരാജ് വന്നിട്ട് പറയുന്നത് BJP-യുടെ കാൻഡിഡേറ്റ് നമ്മുടെ സേരാമേനോൻ പൈസ വാങ്ങിച്ച അവർക്ക് കുറെ കാൻഡിഡേറ്റുകളെ കൊടുത്തു. എന്തോത്തിന് ഈ BJP-ക്ക് ഇവരെ കൊണ്ടു നടക്കേണ്ട ഒരു കാര്യമില്ല. നല്ല RSSന്റെ നല്ല ചെറുപ്പക്കാർ പിള്ളേരുണ്ട്. ഇവനൊക്കെ ഞങ്ങൾക്ക് എന്തിനാ? അപ്പൊ ഇതെന്താണ് ഈ രാഷ്ട്രീയ തർക്കം ഈ അമ്മയ്ക്കകത്ത് വരാൻ എന്താ കാരണം? ഇവർക്ക് ഈ രണ്ട് സംഘടന മതി. ഒന്ന് നമ്മുടെ രഞ്ജിത്തിനെ പോലുള്ള കമ്മ്യൂണിസ്റ്റുകാരെ, പിന്നെ ഒന്ന് ഗണേശനെ പോലുള്ള ഈ പാർട്ടിക്കാരെ. കാരണം ഇവർക്ക് കൊണ്ടു നടക്കാൻ നല്ല പറ്റിയ കിളുന്ന സാധനങ്ങളൊക്കെ അങ്ങനെയൊക്കെ ആയിരിക്കും. അല്ല BJP-യുടെ ഏതെങ്കിലും പ്രവർത്തകർ ഇതിനകത്ത് കയറി ആരെങ്കിലും കൂടെ പോകുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. കാരണം നമ്മളൊന്ന് മനസ്സിലാക്കണം, ഈ പാർട്ടിയുടെ കാര്യം ഇവിടെ പറയേണ്ട കാര്യമില്ല. അവർക്ക് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അവർ കളിക്കാം. പക്ഷെ അവര് ഈ പിരിക്കുന്ന പണങ്ങളും അതിന് അതിപ്പോ ഓരോരുത്തർക്ക് അവരവർ രാഷ്ട്രീയമുണ്ട്. അപ്പൊ ദേവനൊക്കെ ഇവിടെ മത്സര രംഗത്തൊക്കെ വന്നു. ഇടവേള ബാബു സാർ ഉണ്ടായിരുന്നു, നമുക്ക് മനസ്സിലാക്കാം. ഇടവേള സാറുള്ളപ്പം, ഇന്നസെന്റ് സാറുള്ളപ്പം ഇതിനകത്ത് പ്രശ്നങ്ങളുണ്ടോ? കാരണം സാമ്പത്തികം കൈകാര്യം ചെയ്യുവാൻ കഴിവുള്ള ആളാണ് ഇടവേള ബാബു. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇതിപ്പോ ഇതിന്റെ മൊത്തം ചെളിക്കുത്തുകളെല്ലാം പുറത്തു വന്നു. ഇത് ഇനി പ്രശ്നപരിഹാരത്തിന് എന്ത് ചെയ്യണം കൃഷ്ണകുമാർ? അതിന് രാഷ്ട്രീയമാണോ ഇതിനകത്ത് കടന്നുകൂടി? രാഷ്ട്രീയമാണോ പ്രശ്നം? രാഷ്ട്രീയം ഉള്ള ആൾക്കാരെ പിരിച്ചുവിടണം. രാഷ്ട്രീയമുള്ള ആൾക്കാർ വേണ്ട, അവരെ പുറത്തു നിർത്തണം. ശ്രീ കൃഷ്ണകുമാർ അപ്പൊ മിമിക്രി കലാകാരനാണ് അല്ലേ? അയ്യോ, ഞങ്ങൾക്കൊന്നും ഒരു അവസരം പോലും ഇല്ല. നമ്മള് കേരളത്തിലെ അറിയപ്പെട്ട ഒരു ചാനലിൽ പ്രോഗ്രാം ഞങ്ങൾ അവതരിപ്പിച്ചിട്ട് പോലും ഞങ്ങളെ വിളിക്കുന്നില്ല. എന്താ? അവർക്ക് ഈ ഗ്യാങ്ങുകളുണ്ട്. ഗ്യാങ്ങുകൾ ഉള്ളെങ്കിൽ മാത്രമേ അവർക്ക് നമ്മളെ വിളിക്കാറുള്ളൂ. ഈ നാട്ടിലെ കലാകാരന്മാരെന്നൊക്കെ പറയുന്ന ഒരു പ്രോഗ്രാം ഞങ്ങൾ ഇപ്പം പോയി അവതരിപ്പിച്ചായിരുന്നു. 2 വർഷമായി. വിളിക്കാന്ന് പറയുന്നതല്ല. കാരണം ഇവർക്ക് ശ്രീ കൃഷ്ണകുമാർ പിന്നെ ഈ ആള് നടന്മാരുടെ ശബ്ദമൊക്കെ അനുകരിക്കുന്ന മിമിക്രി ആർട്ടിസ്റ്റ് ആണ്. അതോ? ഞാൻ പാട്ട് പാടിത്തരാം. കേട്ടോ, അശകൊച്ചല്ലേ പെണ്ണുണ്ടോ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ഈ പാട്ട് നമ്മള് സിനിമാടന്മാരിലാണ് അവിടെ പാടുന്നത്. അശകോശലേ പെണ്ണുണ്ടോ, ഇത് കോശാലും പെണ്ണുണ്ടോ, സ്വാമി 2 പെണ്ണുണ്ടോ, കോശാവേലി മാപ്പിളക്ക്. അശകോശലേ പെണ്ണില്ല, കോശാലും പെണ്ണില്ല, സ്വാമി 2 പെണ്ണില്ല, കാവേലി മാപ്പിളക്ക്. ഒരു കൊടുക്ക പൊന്നി തരാം കേട്ടോ, പൊന്നിട്ട കെട്ടിടം പൂട്ടി തരാം, പൂട്ടാത്ത കൊല്ലി എടുത്തു തരാം, പെണ്ണിനെ തരുമ്പോ തൊഴിമാരെ. ഒരുപാട് പേര് വിളിക്കാനില്ലേ സാറേ? അപ്പൊ കൊള്ളാം കേട്ടോ. ശ്രീ കൃഷ്ണകുമാറുടെ ഇത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അവിടെ പൊതുവേദിയിൽ പല കലാകാരന്മാർ, പാട്ടുകാര് ഒക്കെ വിളിക്കാറുണ്ട്. പക്ഷെ ആദ്യമായിട്ട് ഒരു മിമിക്രി ആർട്ടിസ്റ്റ് വിളിക്കുന്നു. 40 പേരെ പാടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അത് ശരി. 10-40 നടന്മാരുടെ സ്വരം കൊടുക്കുന്ന ആളാണ്. അപ്പൊ കൊല്ലത്ത് എവിടെയാ ശ്രീ കൃഷ്ണകുമാറിന്റെ വീട്? എവിടെയാ? ഒറിജിനൽ വീട് കരുനാഗപ്പള്ളിയാണ്. കരുനാഗപ്പള്ളിക്കാരനാണ്. ആഹാ, ഓക്കെ. അപ്പൊ ഇത് കൊള്ളാം. അപ്പം ഞാൻ വിചാരിക്കുന്നത് ശ്രീ കൃഷ്ണകുമാർ ഒരു കാലത്ത് നമ്മുടെ മലയാള സിനിമയിൽ നിറയെ മിമിക്രിയിലുള്ളവർക്ക് നിറയെ അവസരങ്ങൾ കിട്ടിയിരുന്നല്ലേ? ശ്രീ കൃഷ്ണകുമാറിന്റെ സിനിമയിൽ അവസരം കിട്ടിയില്ല. ഇതിപ്പം നമ്മൾ കൊച്ചി കേന്ദ്രീകരിച്ച് നിൽക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ അവസരങ്ങൾ. കരുനാഗപ്പള്ളിക്കാർക്കൊന്നും അവസരമില്ല. കരുനാഗപ്പള്ളിയിൽ ഏതെങ്കിലും നടന്മാരെ രക്ഷപ്പെട്ടുണ്ടോ? കൊല്ലം ജില്ലയിൽ സാറ് തന്നെ പറ. അല്ല, കൊല്ലത്തല്ലേ നമ്മുടെ മുകേഷ് ഉള്ളത്? അത് രാഷ്ട്രീയമായിട്ട് ബന്ധമുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെയുള്ള അവർക്കൊരു സംഘടന താല്പര്യമൊക്കെ. കൊല്ലം തുളസി ചേട്ടനില്ലേ? കൊല്ലം തുളസി, അതായത് അയാൾ BJP-യിലോട്ട് പോയപ്പോഴത്തെ തീർന്നില്ലയോ, എടുത്ത് കാണില്ലയോ? ശ്രീമൻ BJP-യിലോട്ടോ, സുരേഷ് ഗോപി ചേട്ടൻ BJP-യിലോട്ടോ എടുത്ത് എറിഞ്ഞു വന്നില്ലയോ? പടം വന്നു കഴിഞ്ഞാൽ പറയും BJP. അതെ, സുരേഷ് ഗോപി സംഖ്യയുടെ പടം കാണണ്ട. എന്താ സംഖ്യക്ക് എന്തുവോ? ഞാൻ പറഞ്ഞ ഞങ്ങളൊക്കെ ഞാൻ സംഖ്യ ആയതാണ്. എനിക്ക് എന്നെ ഈ ഒഴിവാക്കാൻ പ്രശ്നമൊന്നും എനിക്കറിയാം. സംഖ്യ ആയതുകൊണ്ടാണോ ഒഴിവാക്കുന്നത്? സംഖ്യകളെ കേട്ടത്തില്ല. നേരെ മറിച്ച് രഞ്ജിത്ത് സാറും ഈ മറ്റുള്ള സാറുമാരൊക്കെ വന്നു നോക്കട്ടെ, അവരെ പോലുള്ളവർക്ക് പ്രാധാന്യം. രഞ്ജിത്ത് സാറിനെതിരെ ഇതിനകത്ത് വലിയ രാഷ്ട്രീയമുണ്ടല്ലേ? കലാകാരന്മാരുടെ ഈ കൂട്ടായ്മയ്ക്കകത്ത് വലിയ രാഷ്ട്രീയമുണ്ട്. സംഖ്യകളെ ചേട്ടാ, ഈ രഞ്ജിത്തിനെതിരെ ഈ ഒരുപാട് സ്ത്രീകളുണ്ടല്ലോ ദിലീപിനെതിരെ സംസാരിക്കുന്നത്. ദിലീപിനെതിരെ സംസാരിക്കുന്നവരാരെങ്കിലും രഞ്ജിത്തിനെതിരെ സംസാരിച്ചോ? പെണ്ണുങ്ങള് ഏതെങ്കിലും നടിമാര് സംസാരിച്ചായിരുന്നോ? ഇതൊക്കെ ഒരു രാഷ്ട്രീയത്തിന്റെ കളിയാണല്ലേ? പിന്നെന്തുവാ? ദിലീപിനെതിരെ സംസാരിക്കുന്നവരാരും പിന്നെ രഞ്ജിത്തിനെതിരെ സംസാരിക്കുന്നത്. ഞാൻ വിചാരിക്കുന്നത് ഈ കലാകാരന്മാരെല്ലാം സമൂഹ മനസാക്ഷിയുടെ പ്രതിഫലനങ്ങളാണെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇതിപ്പോ നമുക്കെല്ലാം രാഷ്ട്രീയ സ്ഥാനമാനങ്ങൾക്കും അധികാരങ്ങൾക്കും വേണ്ടി തരാതരം പോലെ രാഷ്ട്രീയ ചേരിയിലേക്ക് നിലയുറപ്പിക്കുന്ന ആളുകളാണ് അല്ലേ? ഇപ്പൊ പിഷാരടിക്ക് മുന്നേറാൻ താല്പര്യം ഉണ്ടാവാം. ഈ ഗണേശ് സാർ ഇപ്പം MLA ആയി തോറ്റതുകൊണ്ട് അദ്ദേഹത്തിന് മുന്നേറാൻ താല്പര്യം ഉണ്ടാവും. ഇവരുടെയൊക്കെ കയ്യിൽ
വെക്കണമെന്നുള്ളൊരു താല്പര്യം അവർക്കും ഉണ്ടാവും. അത് വേറെ കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഈ ശർക്കര കൂടുതൽ മധുരം ഉണ്ടെങ്കിൽ ഉറുമ്പെല്ലാം വരുമല്ലോ തിന്നാൻ. ഈ സാമ്പത്തികം കൂടുതൽ വരുന്നതുകൊണ്ട് അപ്പൊ ഈ മിമിക്രി കലാകാരന്മാർക്ക് ഒരു സംഘടന ഇല്ലേ? ഉണ്ടല്ലോ. അത് നമ്മുടെ സുരേഷ് ഗോപി ചേട്ടനായിരുന്നു എന്റെ സെക്രട്ടറി. ആ സുരേഷ് ഗോപി ചേട്ടൻ എന്തൊക്കെ സാമ്പത്തികം ചെയ്ത എത്രയോ കലാകാരന്മാരുണ്ട്. എന്നിട്ട് അദ്ദേഹം മത്സരിച്ചിട്ട് ഏതെങ്കിലും ഒരു ആള് അവിടെ പോയി മിമിക്രിക്കാരെങ്കിലും ഒരു പരിപാടി അവതരിപ്പിക്കുന്ന ചേട്ടൻ കണ്ടായിരുന്നു തൃശ്ശൂര്? ശരി. അപ്പൊ അത് രാഷ്ട്രീയം നോക്കി അതേപോലൊരു കലാകാരനാണ് പിഷാരടി മത്സരിച്ചപ്പോ എത്രയോ കലാകാരന്മാർ അവിടെ ചെന്ന് ആടിയും കുഴഞ്ഞും പാട്ടും പാടുന്ന ചേട്ടൻ കണ്ടോ? അതാണ് ഇതിലെല്ലാം രാഷ്ട്രീയമാണെന്നാണ് പറയുന്നത്. രാഷ്ട്രീയമുണ്ട്. നേരെ ഈ സംഘടന പിരിച്ചുവിടുന്നത് ഏറ്റവും നല്ലത്. ശരി. അപ്പോൾ വ്യക്തമാണ്. ഏതായാലും കുറേ കാലത്തിന് ശേഷം ഞാൻ കുറേ കാലത്തിനല്ലേ നമ്മുടെ പൊതുവേദിയിൽ പിന്നെ പിയാനോയിസ്റ്റുകൾ, കലാകാരന്മാർ, പാട്ടുകാർ ഒക്കെ വിളിക്കാറുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് ഒരു മിമിക്രി കലാകാരൻ വിളിക്കുന്നത്. അപ്പോൾ അത് ഏതായാലും വളരെ നന്ദി ശ്രീ കൃഷ്ണകുമാർ. അങ്ങയുടെ പ്രതികരണവും വളരെ രസകരമാണ്. അപ്പോൾ സന്തോഷം കൃഷ്ണകുമാറിൻ്റെ പ്രതികരണം കേൾക്കാൻ കഴിഞ്ഞതിൽ. അപ്പോൾ എന്നോടൊപ്പം യൂട്യൂബിൽ ചില പ്രേക്ഷകർ ചേരുന്നുണ്ട്. അപ്പോൾ ഞാൻ അവരിലേക്കൊക്കെ ഒന്ന് പോയിട്ട് പെട്ടെന്ന് മടങ്ങി വരാം. അപ്പോൾ സുനിൽകുമാർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ MN മുരളീധരൻ നായർ എനിക്ക് നമസ്കാരം പറയുന്നുണ്ട്. സുനിൽ എനിക്ക് ചുവന്ന ഹൃദയങ്ങളൊക്കെ അയക്കുന്നുണ്ട്. പിന്നെ ശ്രീ മുരളീധരൻ MN നിങ്ങൾക്കറിയാമല്ലോ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട നമ്മുടെ ഒരു പ്രേക്ഷകനാണ്. അപ്പോൾ ഷാജി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്രേക്ഷകൻ. ഷാജിക്ക് പക്ഷേ ഞാനിന്നെടുത്ത് ഈ വിഷയം ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ ഷാജി ഇതിലൊക്കെ ആളുകൾ കണ്ടില്ല, ഇപ്പോൾ ഒരു പ്രേക്ഷകൻ പറയുന്നത് കേട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഇങ്ങനെ പല അഭിപ്രായങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കേൾക്കുന്നത് നല്ലതാണ്, ചിലതൊക്കെ നമ്മൾ അറിയണ്ടേ. അപ്പം നാണി എന്നോട് പറയുന്നത്, അപ്പോൾ കമലിൻ്റെ സംസ്കാരം നടന്നത് കണ്ടില്ല. എനിക്കറിയില്ല എന്താണ് ഈ അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. നാണിക്ക് എന്തോ ഒരു കുഴപ്പമുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. എഴുതുന്നതിൽ ശരിയല്ല. അമ്മയെ രക്ഷിക്കാൻ അച്ഛനില്ലാത്ത സംഘടനയായിപ്പോയി ഇത് എന്ന് എന്നോട് സുനിൽ പറയുന്നു. ജയൻ ചേട്ടന് നമസ്കാരം എന്ന് ഉണ്ട്. അപ്പോൾ നമ്മുടെ കൃഷ്ണൻകുട്ടി എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. പ്രമോദ് നാണു പറയുന്നു ഇത് അച്ഛനില്ലാത്ത അമ്മയാണെന്ന്. ഓക്കെ. അപ്പോൾ കിഷോർ കോന്നി എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. നമസ്കാരം എന്ന് എന്നോട് പറയുന്നുണ്ട്. മോടിപ്പേടി കൊണ്ടാണോ അയോധ്യയിലെ ഭൂമി സംഭാവന സ്വർണ്ണക്കൊള്ള വിഷയങ്ങൾ ചർച്ചാ വിഷയമാക്കാത്തത് എന്ന് എന്നോട് ചോദിക്കുന്നു. അപ്പോൾ നമുക്ക് ആരെയും പേടിക്കാനെന്ന് ഇപ്പം ഏതൊരു ആളും നമ്മളെ പൊതുവേദിയിലെ പ്രേക്ഷകരെ ഒന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. മാത്രമല്ല ശ്രീ കൃഷ്ണൻകുട്ടിയെ പോലുള്ളവർ ഇതിങ്ങനെ എല്ലാ ദിവസവും പറയുന്നുണ്ട്. അപ്പോൾ അതിൽ അവിടുത്തെ ഉദ്യോഗസ്ഥരിൽ നിന്ന് അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ സ്വാധീനത്തിൻ്റെ എന്തെങ്കിലും ചിത്രം വന്നാൽ നമുക്കത് ചർച്ച ചെയ്യാം, അല്ലെങ്കിൽ ചർച്ച ചെയ്യാം. ഇതൊന്നും ഒരു ശ്രീ കൃഷ്ണൻകുട്ടിയെ വിളിക്കുമ്പോൾ അത് എത്രയോ തവണ ഇത് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് പേടിയില്ല. മാത്രമല്ല ഈ പൊതുവേദി എന്ന് പറയുന്നത് എനിക്ക് എന്തെങ്കിലും രഹസ്യമായിട്ട് പറഞ്ഞു വയ്ക്കാൻ പറ്റുന്നൊരു സ്ഥലമല്ല. നിരവധി പ്രേക്ഷകർ വിളിക്കുന്നു, അവർ പല കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയുന്നു. അപ്പോൾ അതൊക്കെ വരും. ഡോണ്ട് മിക്സ് കമ്മ്യൂണൽ പൊളിറ്റിക്സ് ഇൻ സിനിമ, ദാറ്റ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്ന് എന്നോട് ഷിജു പറയുന്നു. പിരിച്ചുവിടാൻ പറയാൻ എളുപ്പമാണ്, ഒരുപാട് അവശ കലാകാരന്മാരുടെ കണ്ണീരൊപ്പുന്നൊരു സംഘടന കൂടിയാണിത് എന്ന് എന്നോട് ഓർമ്മപ്പെടുത്തുകയാണ് ജയകുമാർ. അതും ശരിയാണ്. അപ്പോൾ ഇവിടുത്തെ കൊള്ളകൾ ഇത്രയും ഉത്സാഹം കണ്ടില്ലല്ലോ എന്നാണ് പറയുന്നത്. അപ്പം ഇതാണ് പ്രശ്നം. അപ്പോൾ നമ്മുടെ കൃഷ്ണൻകുട്ടി പറയുന്നത് അയോധ്യയിലെ സ്വർണ്ണക്കൊള്ള നമുക്ക് ചർച്ച ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ സുനിൽകുമാർ ചോദിക്കുന്നു, അപ്പോൾ ഇവിടെ അയ്യപ്പൻ്റെ അടുത്തുള്ള കൊള്ളയെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നു. അതിൽ മണിമണിക്ക് വലിയ താല്പര്യമില്ലല്ലോ എന്ന്. എപ്പോഴും വടക്കോട്ട് നോക്കിയിരിക്കുന്ന ഒരു വടക്ക് നോക്കി യന്ത്രമാണോ മണിമല എന്ന തരത്തിലുള്ള പരിഹാസമൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ അത് ഈ CPM-കാർക്കെതിരെ എപ്പോഴും അങ്ങനെ ഒരു പരിഹാസമുണ്ട്. അവർ ഇവിടുത്തെ കാര്യം കാണില്ല, ഉത്തർപ്രദേശിലെ കാര്യം കാണും എന്നൊക്കെയാണ് പറയുന്നത്. ഏതായാലും ബദരിനാഥിലും ഇപ്പോൾ സമാനമായ ചില ആക്ഷേപങ്ങൾ ഡാമിൽ വന്നിട്ടുണ്ടെന്ന് ഉള്ള വിവരങ്ങളൊക്കെ വരുന്നുണ്ട് ഫേസ്ബുക്കിലൊക്കെ. സത്യമാണോ എന്നറിയില്ല. ഏതായാലും അതിനെ സംബന്ധിച്ചൊരു വിപുലമായ അന്വേഷണം നടത്തുമെന്ന് അവിടുത്തെ കമ്മിറ്റിയുടെ ചെയർമാൻ ഒക്കെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നസെൻറ്റും ഇടവേളയും ഒക്കെ നന്നായി കൊണ്ടുപോയതിനെക്കുറിച്ച് പറയുന്നു. കൃഷ്ണകുമാറിനെ, നമ്മുടെ മിമിക്രി കലാകാരനെ പലരും അഭിനന്ദിക്കുന്നുണ്ട്. സുനിൽ അദ്ദേഹത്തിന് തംസപ്പൊക്കെ അയക്കുന്നുണ്ട്. VC തോമസ് എന്നോടൊപ്പം ചേർന്നിരിക്കുന്നു. VC തോമസ് എനിക്ക് ചുവന്ന പൂക്കളൊക്കെ അയക്കുന്നുണ്ട്. നമസ്കാരം VC തോമസ്. വെനെവർ BJP പൊളിറ്റിക്സ് എൻ്റർ ദാറ്റ് ദേ വിൽ സ്പോയിൽ ദ പ്ലാറ്റ്ഫോം എന്ന് ഷിജു പറയുന്നു. ഗുഡ് ഈവനിങ് സാർ എന്ന് എന്നോട് ശ്രീമതി സൗമ്യ നമ്മുടെ ബാംഗ്ലൂരിലുള്ള നമ്മുടെ സ്ഥിരം പ്രേക്ഷകയാണ്. അപ്പോൾ പ്രമോദ് നാണു എന്നോട് പറയുന്നു, സ്വകാര്യ ബസ് ജീവനക്കാരെ മറക്കരുത്, അവരുടെ വിഷയങ്ങൾ കൂടി ചർച്ച ചെയ്യണമെന്ന്. അതൊക്കെ നമ്മൾ എല്ലാ തവണയും ചർച്ച ചെയ്യുന്നതാണ്. അപ്പോൾ കൃഷ്ണകുമാറിൻ്റെ ഇത് വളരെ നന്നായിരുന്നു എന്ന് ജയകുമാറും പറയുന്നു. മണിമല പള്ളിയിൽ ഇന്നൊരു കല്യാണം ഉണ്ടായിരുന്നതുകൊണ്ട് മണിമണി ചേട്ടന് ക്ഷണം ഉണ്ടായിരുന്നോ എന്ന് സുനിൽ ചോദിക്കുന്നു. എനിക്ക് അവിടെ എന്തൊരു കല്യാണത്തിൻ്റെ കാര്യമൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ ഗോമാതാജി എന്നോട് ഇപ്പം ചേർന്നിട്ടുണ്ട്. അദ്ദേഹം നമ്മുടെ കൃഷ്ണകുമാർ കൊല്ലത്തെ അഭിനന്ദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഗോമാതേജി പറയുന്നത് ദിലീപിനെ ചീത്ത പറഞ്ഞവർ ആരും രഞ്ജിത്തിൻ്റെ കാര്യത്തിൽ മിണ്ടിയില്ല എന്ന് പറയുന്നു. ശ്രീമതി സബീന സുൽഫി നമ്മുടെ സ്ഥിരം പ്രേക്ഷകനോടൊപ്പം ചേരുന്നു. ഇൻ മൈ ഒപ്പീനിയൻ ദ അസോസിയേഷൻ മസ്റ്റ് മോഡർണൈസ് ആൻഡ് ലീഗലി ക്ലാരിഫൈ ഇറ്റ്സ് ബൈലോ റിഗാർഡിംഗ് റെസിഗ്നേഷൻ ആൻഡ് എമർജൻസി കമ്മിറ്റി ഫോർമേഷൻ ടു അവോയ്ഡ് ലീഗൽ ബാറ്റിൽസ് എന്ന് പറയുന്നു. അപ്പോൾ ഇത് നല്ലതാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇനിയും യൂട്യൂബിൽ കമൻറ്റ്സ് ധാരാളം വന്നുകൊണ്ടിരിക്കുക. ഞാൻ അതിലേക്കൊക്കെ മടങ്ങി വരാം. ശ്രീ സ്കറിയ നമ്മുടെ കണ്ണൂരിൽ നിന്ന് കുറേ ദിവസമായി സ്കറിയ വിളിച്ചിട്ട്. അപ്പോൾ ഇന്ന് കണ്ണൂരിൽ നിന്ന് വിളിച്ച സ്കറിയ, അവിടെ ഭയങ്കര മഴയാണല്ലേ കണ്ണൂരൊക്കെ? ഭയങ്കര മഴ മനു. ചെറുപുഴയിലൊക്കെ ജലനിരപ്പ് ഉയർന്നു എന്നൊക്കെ ഞാൻ ഇപ്പോൾ അവിടെ നിന്ന് ടേക്കുകൾ വന്നപ്പോൾ കണ്ടു. അതെ അതെ, ഇന്നലെയൊക്കെ ഞാൻ വയനാട്ടിൽ പോയതായിരുന്നു. വയനാട്ടിലൊന്നും മഴയില്ല, കണ്ണൂർ ജില്ലയിൽ ഭയങ്കര മഴയാണ്. അപ്പോൾ അവിടെ കർഷകർക്കൊക്കെ ഇത് ഗുണമാണോ അത് ദോഷമാണോ? ഗുണമാണ്, വെള്ളം കിട്ടും അല്ലേ? അടുത്ത കൊല്ലം വെള്ളത്തിന് വിഷയം ഉണ്ടാകാതിരിക്കുമല്ലോ. അത് ശരി. അപ്പോൾ സ്കറിയ ഈ അവിടെ പവർ കട്ടൊക്കെ ഉണ്ടോ? ഇത് പ്രശ്നമായപ്പോൾ ഇല്ല, കുഴപ്പമൊന്നുമില്ല അല്ലേ? മഴ കൂടി നമുക്ക് അങ്ങനെ പവർ കട്ട് വരുന്നില്ല, കാരണം നമുക്ക് കർണാടകയിൽ നിന്ന് കറണ്ട് വരുന്നതിന്റെ അങ്ങനെ വലിയ വിഷയമില്ല. അതല്ല, ഇപ്പോൾ ഈ ആളുകൾ ഫുട്ബോൾ കളിയൊക്കെ കാണുന്ന ഒരു സമയമാണല്ലോ. അപ്പോൾ മഴ ഇങ്ങനെ വരുമ്പോൾ കറണ്ട് പോകുമ്പോൾ വലിയ ആശങ്ക ചിലർക്കുണ്ട്. സ്കറിയ ഫുട്ബോൾ കളിയൊക്കെ കാണുന്നുണ്ടോ? എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേബിളൊക്കെ ആക്കി, കമ്പികളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്നു, കേബിളുകളാക്കി. അപ്പം മരം ഒടിഞ്ഞു വീണാലോ അല്ലെ ടച്ച് വിഷയമൊന്നുമില്ല. പിന്നെ മനു, എനിക്ക് പറയാനുള്ള എന്നാന്ന് വെച്ചാൽ, ഞാൻ മനുവിനൊരു ഇത് അയച്ചായിരുന്നു, ഹെൽമെറ്റ് വെക്കാതെ നമ്മുടെ മന്ത്രി പോകുന്ന നമ്മൾ വാർത്ത കൊടുത്തിരുന്നു. വാർത്തയല്ല, അതിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യണം. കാരണം എന്താന്ന് വെച്ചാൽ പാവപ്പെട്ട ആൾക്കാർ ഒരു പണിയും കഴിഞ്ഞിട്ട് ഹെൽമെറ്റിന്റെ ബാറ് പൊട്ടിപ്പോയി കഴിഞ്ഞ് പിടിച്ചിട്ട് പോകുമ്പോ ഉടനെ പോലീസ് ഓടിച്ചിട്ട് പിടിച്ച് അവരെ പെറ്റി അപ്പിച്ച്. ഞാൻ അന്ന് മനുവിന് ഞാൻ പേഴ്സണലായിട്ട് നമ്മുടെ ഇതിൽ നിന്ന് ഞാൻ അയച്ചു തന്നിരുന്നു. അതിനകത്ത് ആഭ്യന്തര വകുപ്പ് മന്ത്രി വീട്ടിൽ വന്നിട്ടാണ് പുള്ളി പോകുന്നത്. അപ്പൊ ഞാൻ വിവരാവകാശ നിയമത്തിന് അപേക്ഷ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പുള്ളി ഏത് ആശുപത്രിയിൽ പോയിട്ടാണ് 15 ദിവസം അവിടെ ഇത് ചെയ്തതെന്നും ഈ പെറ്റി അടച്ചിട്ടുണ്ടോന്നും. അയ്യോ, ശ്രീ സ്കറിയ അവിടുന്ന് വിളിച്ച് കുറേ നാളുകൾക്ക് ശേഷമാണ് വിളിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് നമ്മുടെ കടകംപള്ളി ആഭ്യന്തരമന്ത്രിയെ കാണാൻ ചെന്നതും സ്കൂട്ടറിൽ പോയതും ഹെൽമെറ്റ് വയ്ക്കാതെ പോയതും ഒക്കെ വലിയ വിഷയമാണ്. സാധാരണ നാട്ടിൽ ആളുകൾ ആരെങ്കിലും സ്കൂട്ടറിലൊക്കെ ഇങ്ങനെ പോയാൽ അവരെ പോലീസ് വലിയ തോതിൽ വേട്ടയാടുന്നൊരു സാഹചര്യം പണ്ടുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ അത് മാറി അവരെ ഫോട്ടോ എടുത്ത് വേഗം ഇതിൽ അപ്ലോഡ് ചെയ്ത് അവരെ കൊണ്ട് പൈസ അടപ്പിക്കുക എന്നുള്ള രീതിയിലേക്ക് ഇപ്പോൾ മാറിയിട്ടുണ്ട്. നേരത്തെ ഈ ഹെൽമെറ്റ് വേട്ട എന്ന് പറഞ്ഞൊരു പരിപാടി തന്നെ കേരള പോലീസിനുണ്ടായിരുന്നു. അത് കുറേ കാലം മുമ്പാണ്. അന്ന് പല ആളുകൾ ഈ പോലീസിൽ നിന്ന് രക്ഷപ്പെടാൻ ഓടുകയും അങ്ങനെ പലരും അപകടത്തിൽ ചെന്ന് ചാടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹെൽമെറ്റ് വെക്കാത്തതാണ് കേരളത്തിലെ ഏറ്റവും വലിയ കുറ്റം എന്ന തരത്തിലൊക്കെ ഒരു കാലത്ത് പോലീസുകൾ ആളുകളെ വേട്ടയാടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ചില അനുഭവങ്ങൾ എനിക്കും വ്യക്തിപരമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഈ ആളുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ഉടനെ ആ വണ്ടിയടക്കം പിടിച്ചുകൊണ്ട് പോയ സംഭവം എനിക്ക് നേരിട്ട് അനുഭവമുള്ളതാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ഇത് ആ പെറ്റി അപ്പം തന്നെ അടയ്ക്കണം. അടച്ചില്ലെങ്കിൽ അന്ന് ഈ ഇതുപോലെ എന്താണ് നമുക്ക് ഗൂഗിൾ പേ ഒന്നും വരാത്തൊരു കാലഘട്ടമാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഈ 100 രൂപ കൊണ്ടു നടക്കാത്തൊരു സമയത്തൊക്കെയാണ്. അപ്പോൾ ഇത് അടച്ചില്ലെങ്കിൽ വണ്ടി പിടിച്ചുകൊണ്ട് അവർ കൊണ്ടുപോകും. അങ്ങനെയൊക്കെയുള്ള ഭയങ്കരമായ കുറ്റകൃത്യം, ഇത് നമ്മളുടെ ജീവൻ രക്ഷിക്കാൻ അതിഭീകരമായി പോലീസ് നടപടി എന്ന തരത്തിലൊക്കെ ഹെൽമെറ്റ് വേട്ട നടത്തിയൊരു കാലമുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും മന്ത്രിമാർക്ക് ബാധകമല്ല എന്നാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ ഗോവിന്ദൻ നമ്പൂതിരി എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഗോവിന്ദൻ നമ്പൂതിരി, ചങ്ങനാശ്ശേരി എന്നാണ് വിളിക്കുന്നത് അല്ലേ? അതെ അതെ അതെ. ശ്രീ ഗോവിന്ദൻ നമ്പൂരി ഈ സിനിമയൊക്കെ ധാരാളം കാണുന്നയാളാണ്. സിനിമ കാണുന്ന മാത്രമല്ല, ഞാനിപ്പോൾ ഒരു 3-4 സിനിമയിൽ അഭിനയിച്ചു, 2 സിനിമ റിലീസ് ചെയ്തു. 3ാമത്തെ പടം ആരവൻ എന്ന് പറഞ്ഞ ഒരു സിനിമ ഇടുക്കിയിൽ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ മഴ ആയത് കാരണം ഞങ്ങൾ തൽക്കാലത്തേക്ക് ഒന്ന് നിർത്തി വെച്ചതാണ്. അപ്പൊ അമ്മയിൽ അംഗത്വം ഉണ്ടോ ശ്രീ ഗോവിന്ദൻ നമ്പൂരി? ഇല്ല, ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല. അതിനെന്തോ മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. ഈ അമ്മയിൽ അംഗമാണെങ്കിൽ 2-3 സിനിമ അങ്ങനെ 3 സിനിമയിൽ അഭിനയിച്ചില്ലേ? 2 റിലീസ് ചെയ്തേ, 3ാമത്തെ റിലീസ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ അമ്മയിൽ നമുക്ക് അംഗത്വം എടുക്കാൻ താല്പര്യമുണ്ടോ? അവിടെ ചെന്നാൽ നമുക്ക് ഒരു ബോക്സിംഗ് മത്സരത്തിനൊക്കെ തയ്യാറെടുക്കാം. പോകുന്നോ? ബോക്സിംഗ് നമ്മൾ പണ്ടേ മറന്നതാ. പട്ടാളത്തിലായിരുന്ന സമയത്ത് ഇതൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണ്. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഒരു സൈനികനാണ്, മുൻ സൈനികനാണ്. അപ്പൊ അവിടെ ബോക്സിംഗ് ചെയ്തിരുന്നോ? അവിടെ ബോക്സിംഗ് ചെയ്തിരുന്നില്ല, പക്ഷെ അവിടെ മറ്റ് കളികളൊക്കെ, ചെസ്, അതുപോലെ ബാഡ്മിന്റൺ, അങ്ങനെയൊക്കെയുള്ള കളികളായിരുന്നു. അതും ഒരു ബോക്സിംഗ് തന്നെയാണ്. നമ്മള് എന്താന്ന് വെച്ചാൽ നമ്മള് എതിരാളികളെ പരിക്കേൽപ്പിക്കാതെ കളിക്കുന്ന ഒരു കളിക്കാരായിരുന്നു. അതെ അതെ. പക്ഷെ ബോക്സിംഗ് ഇന്ത്യൻ ആർമി, പ്രത്യേകിച്ച് നല്ല ബോക്സേഴ്സ് ഇന്ത്യൻ ആർമിയിലുണ്ട്. നാഷണൽ പ്ലേയേഴ്സ് വരുണ്ട് ആർമിയില്, എയർഫോഴ്സിലുണ്ട്. പക്ഷെ ഞാൻ ആ ഫീൽഡിലേക്ക് പോയില്ല. പ്രത്യേകിച്ച് നമ്മുടെ ഈ അയൺ ഗെയിംസ്, പ്രത്യേകിച്ച് ഈ ബോക്സിംഗ്, വെയിറ്റ് ലിഫ്റ്റിംഗ്, റെസ്ലിംഗ്, ഇതിലെല്ലാം ഇന്ത്യൻ ആർമി വളരെ മുന്നിലാണ്.
അല്ല, ഇന്ത്യൻ ആർമിക്ക് നല്ല ഫുട്ബോൾ ടീം, ഇന്ത്യൻ മിലിറ്ററിക്ക് നല്ല ഫുട്ബോൾ ടീമുണ്ട്, വോളിബോൾ ടീമുണ്ട്, ബാസ്കറ്റ്ബോൾ ടീമുണ്ട്. കൂടാതെ വർഷങ്ങളായിട്ട് പിന്നെ മിസ്റ്റർ ഇന്ത്യ ആയിട്ടൊക്കെ ഇരിക്കുന്ന ആൾക്കാർ മലയാളികളായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അതെ, ഇന്ത്യ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. സ്പോർട്സിനൊക്കെ വലിയ ഇതുള്ള. അപ്പൊ ശ്രീ ഗോവിന്ദൻ നമ്പൂരി ഇതാണ് ചെസ്സും ബാഡ്മിന്റനുമാണ്, ഫുട്ബോളൊന്നും ഇല്ല അല്ലേ? ഫുട്ബോൾ ഇല്ല. ഞാൻ ചെസ്സും ബാഡ്മിന്റനുമാണ് എന്റെ മെയിൻ ആയിട്ടുള്ള. ഇപ്പൊ വേൾഡ് കപ്പ് ഒക്കെ കാണുന്നുണ്ടോ? ഉണ്ട്, കാണുന്നുണ്ട്. അപ്പൊ ഇന്ന് ഇപ്പൊ ഈ അർജന്റീന ഇങ്ങനെ കിടുങ്ങി വിറച്ചത് കണ്ടില്ലേ? എന്ത് കണ്ടു. അർജന്റീനയുടെ കൂടെ ആയിരുന്നോ അതോ കേബോ വെർദയുടെ കൂടെ ആയിരുന്നോ? ഞാൻ കേബോ വെർദയുടെ കൂടെ ആയിരുന്നു. കാരണം എന്താ വെച്ചാൽ അവരുടെ കളി കണ്ടപ്പോഴത്തേക്ക് അവര് തുടക്കക്കാരാണ്, പക്ഷെ അവര് ഞെട്ടിച്ചു കളഞ്ഞു അർജന്റീനയെ. അതെ, അവരറിയപ്പെടുന്നത് നീല സ്രാവുകൾ എന്നാണ്, ബ്ലൂ. അപ്പൊ മാത്രമല്ല ചെറിയൊരു ദ്വീപ്, 5 ലക്ഷത്തോളം ആളുകളേ ഉള്ളൂ. നമ്മുടെ ചങ്ങനാശ്ശേരിയോളം വലിയൊരു രാജ്യം, അത്രേ ഉള്ളൂ. ആ രാജ്യത്താണ് നിന്നാണ് ഒരു ഫുട്ബോൾ ടീം വന്ന് ലോക ജേതാക്കളായ അർജന്റീനയെ കിടുകിട എന്ന് വിറപ്പിക്കുന്നത്. അപ്പോൾ കാബോ വെർദെ എന്ന് വെച്ചാൽ പോർച്ചുഗീസ് ഭാഷയിൽ പറയുകയാണെങ്കിൽ പച്ച മുനമ്പ് എന്നാണ്. വെർദെ എന്ന് വെച്ചാൽ പോർച്ചുഗീസിൽ പച്ച എന്നാണ് അർത്ഥം. പച്ചമുനമ്പ്. അപ്പോ ആ പച്ചമുനമ്പിൽ നിന്ന് വന്ന നീല സ്രാവുകൾ അർജന്റീനയെ വിറപ്പിച്ചു. അപ്പൊ ഞാൻ അതുപോട്ടെ, അപ്പൊ സിനിമയിലേക്ക് വരാം. അപ്പൊ എന്തായാലും ശ്രീ ഗോവിന്ദൻ നമ്പൂതിരി അമ്മയിൽ അംഗത്വം എടുക്കില്ല, ഉറപ്പാണ്? എടുക്കില്ല എന്നല്ല, അതിനുള്ള അവസരം വന്നാലേ. കാരണം എത്രയോ ഒരു ക്വാളിഫിക്കേഷൻ ചെയ്യാനായിട്ട് എന്തൊക്കെയോ മാനദണ്ഡങ്ങളുണ്ട്. അപ്പൊ അതുവരെ ഈ അമ്മ ഉണ്ടാവുമോ എന്നാണ് ഇപ്പൊ എന്റെ സംശയം. ഇതെന്താണ് ഈ നടന്മാരൊക്കെ ഈ പ്രശ്നം ശ്രീ ഗോവിന്ദൻ നമ്പൂരി? എന്താണ് ഇവരെയൊക്കെ അലട്ടുന്ന പ്രശ്നം? അതെന്താന്ന് വെച്ചാലേ, ഈ നമുക്ക് സിനിമ വിട്ട് നമുക്ക് സംസാരിച്ചു കഴിഞ്ഞാൽ ഈ അമ്മ എന്ന് പറഞ്ഞ ഒരു ദൈവിക സങ്കല്പമാണല്ലോ. ഈ അമ്മയെ സാധാരണ ഗതിയില് കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പം അമ്മയെ നോക്കുന്ന കുഞ്ഞുങ്ങളാണ്. കാരണം അമ്മയും അച്ഛനും പ്രായമായി, അമ്മയെ കൂടുതലും നോക്കുന്ന നല്ല മക്കളാണ്. ഇവിടെ ഇപ്പൊ ഞാൻ പറഞ്ഞാൽ എന്താ വെച്ചാൽ, അതായത് നിഷ്കാമരായിട്ടുള്ള നിസ്വാർത്ഥരായിട്ടുള്ള ആരെങ്കിലും തലപ്പത്ത് വരണം. മോഹൻലാൽ വരട്ടെ, മമ്മൂട്ടി വരട്ടെ. ഇപ്പം നമുക്ക് ഇന്നസെന്റ് ഇല്ല, നെടുമുടി വേണു ഇല്ല, അതുപോലെയുള്ള സീനിയറായിട്ടുള്ള പല നടന്മാരും പോയി. അപ്പം ഇവരിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈവൻ സുരേഷ് ഗോപിക്ക് വരാൻ പറ്റുമെങ്കിൽ വരട്ടെ. അപ്പൊ എന്താന്ന് വെച്ചാല് അവര് പറഞ്ഞതിന് ഒരു നിലയുണ്ട്. അവർക്ക് വേറെ മറ്റു ഉദ്ദേശങ്ങളൊന്നും ഇല്ലല്ലോ. ഇത് നന്നായിട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ അവർക്കുണ്ടാവത്തുള്ളൂ. അപ്പൊ ഈ ശ്വേതാ മേനോന് അറിയപ്പെടുന്ന ഒരു ചലച്ചിത്ര താരമൊക്കെ ഇല്ലേ? അവര് ഈ മിസ് ഇത് മത്സരങ്ങളിലൊക്കെ വിജയിച്ച ആളാണ്, നല്ല മോഡലായിരുന്നു, സിനിമകൾ ധാരാളം ചെയ്തിട്ടുണ്ട്. അതെ, അതിനകത്തൊന്നും സംശയമില്ല. ശ്വേത ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ നടന്മാർക്ക് സ്ത്രീകളെ അംഗീകരിക്കാൻ പ്രയാസമായതുകൊണ്ടാണോ അതോ ശ്വേത ഇതിന് പറ്റാത്തതുകൊണ്ടാണോ? അതെന്താ ഇപ്പൊ ഈ TV ചർച്ച ഞാൻ പറയുന്നത് കേട്ടു. ഈ സ്ത്രീകൾ ഇപ്പൊ തലപ്പത്തിരിക്കുമ്പോഴാണ് ഈ സ്ത്രീകൾ മറ്റുള്ള കലാകാരികൾക്ക് കൂടുതൽ പ്രശ്നം വന്നതെന്നൊക്കെ ഞാനിങ്ങനെ കേട്ടു. അത് എന്താ ഇപ്പൊ അൻസിബയുടെ കേസ് നമുക്ക് എന്താണെന്ന് അറിയുന്നില്ല. ഇവര് ഇന്റേണലായിട്ട് എന്താ സംഭവിച്ചെന്ന്. പക്ഷേ ആ സ്ഥാനത്ത് ഒരു പ്രസിഡന്റോ സെക്രട്ടറിയോ ആയിട്ട് ഇപ്പൊ മോഹൻലാൽ ഇരുന്ന് കഴിഞ്ഞാൽ പുള്ളി ഇത് നിഷ്പ്രയാസം കൈകാര്യം ചെയ്തത്. നിഷ്പ്രയാസം. പക്ഷെ മോഹൻലാൽ ഇനിയിപ്പോ ഈ സാഹചര്യത്തിൽ ഇനി പുള്ളി ഇതിന് തയ്യാറെടുക്കുവോ? ഈ സാഹസത്തിന് മുതിരുവോ? അല്ല, പുള്ളി ഒരു രക്ഷകനായിട്ട് വരട്ടെ. പുള്ളി വന്നു കഴിഞ്ഞാൽ, അദ്ദേഹം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാവും. രക്ഷകനായിട്ട് വരാൻ ശ്രമിച്ച ഒരാളാണ് നമ്മുടെ പിഷാരടി. അദ്ദേഹം പലതരത്തിലൊക്കെ ഒരു കാര്യങ്ങൾ പറഞ്ഞ് അനുനയിപ്പിക്കാനൊക്കെ ശാന്തനായ രീതിയിൽ കഴിയുന്ന ഒരാളാണ്. പക്ഷേ പിഷാരടിയൊക്കെ ഇപ്പൊ ജീവനും കൊണ്ട് ഓടിയെന്നാ കേൾക്കുന്നത്, രാജിവെച്ച് സ്ഥലം വിട്ടു എന്നാണ്. അതെന്താന്ന് വെച്ചാൽ ഇപ്പം അദ്ദേഹം പറയുന്നത് നല്ല കാര്യങ്ങളായിരിക്കാം, പക്ഷെ മറ്റുള്ളവർ അത് അംഗീകരിക്കണ്ടേ? അതാണ് ഞാൻ പറഞ്ഞത്. ആ സമയത്ത് മോഹൻലാൽ ആണെങ്കിൽ അല്ല മമ്മൂട്ടി ആണെങ്കിൽ അവർ കേൾക്കും. കാരണം വെച്ചാൽ അവരെ ഒന്നും എതിർത്തോണ്ട് മുന്നോട്ട് പോകാനായിട്ടൊന്നും അമ്മയിലുള്ള ആരായിക്കോട്ടെ, ഇനി വേറെ ആരും ആയിക്കോട്ടെ, സീനിയർ ആർട്ടിസ്റ്റുകളായിക്കോട്ടെ, ആരായിക്കോട്ടെ പറ്റില്ല. കാരണം അവരെ കമാൻഡിങ് റെസ്പെക്ട്, നമ്മൾ പറയല്ലേ ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്ന് നമ്മൾ പറയും. പക്ഷെ അവർക്ക് ഓട്ടോമാറ്റിക്കലി അവര് ഡ്രോയിങ് അറ്റൻഷൻ ആൻഡ് അവർക്ക് കിട്ടുന്ന ഒരു എന്താ പറയാ ഒരു അവരോടുള്ള അധികാരവും അതെ അത് മറ്റാർക്കും കിട്ടത്തില്ല. കാരണം എന്താ വെച്ചാൽ അവരെന്താ വെച്ചാൽ നമുക്കറിയാം, ഈ ലോകം മുഴുവൻ അറിയാം, അവർക്ക് വേറെ ആഗ്രഹങ്ങളൊന്നുമില്ല. ഒരു സംഘടന നന്നായിട്ട് കൊണ്ടുപോകണം. അപ്പൊ അദ്ദേഹം പറയുന്നത് ഇപ്പൊ മമ്മൂട്ടി ആണെങ്കിലും മോഹൻലാൽ ആണെങ്കിലും ഇവര് പറയുന്ന കാര്യങ്ങള് ഈ അങ്ങനെ എതിർത്ത് പോകാൻ പറ്റത്തില്ല. അങ്ങനെ ആരെങ്കിലും വന്നാൽ മാത്രമേ ഈ അമ്മ പിടിച്ച് നന്നായിട്ട് പോകുന്നത്. കാരണം അമ്മ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലേ. ഒത്തിരി അവശ്യ കലാകാരന്മാർക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട്, പെൻഷൻ കൊടുക്കുന്നുണ്ട്, വീട് വെച്ച് കൊടുക്കുന്നുണ്ട്, ഇതൊക്കെ ഉണ്ട്. അപ്പൊ ആ രീതിയിൽ
എന്തെങ്കിലും ഒരു മാറ്റം വന്നാൽ എനിക്ക് ശുഭപ്രതീക്ഷയാണ്. അപ്പൊ ഈ അഴിമതി ആരോപണങ്ങളൊക്കെ സാധ്യത ഉള്ളതാണോ ഇത് പറയുന്നതൊക്കെ? എനിക്ക് ഈ അഴിമതി അങ്ങനെ അങ്ങ് നടക്കുമോ? കാരണം എന്താ വെച്ചാൽ ഇത് ഒരാളല്ലല്ലോ കൈകാര്യം ചെയ്യുന്നത്. ഇതിനെ ഓവർലുക്ക് ചെയ്യാൻ അതിന്റെ ഓഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ശ്വേത മേനോൻ പറയുന്നതിൽ അല്ലെങ്കിൽ ശ്വേത ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നതിലൊന്നും വലിയ ഒരു ഇതില്ലെന്ന് തോന്നുന്നു അല്ലേ? ഈ വലിയ ശ്വേതയൊന്നും അങ്ങനെ കട്ടും പൊട്ടിക്കൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവർക്ക് അതിന്റെ ആവശ്യമില്ല. പക്ഷെ എന്റെ പ്രശ്നം എന്ന് വെച്ചാല് ശ്വേത മേനോൻ പറയുന്നത് അംഗീകരിക്കാൻ ചിലപ്പം 120 വരെ കാണത്തുള്ളൂ. അതിനകത്ത് മോഹൻലാലും മമ്മൂട്ടിയോ പറയുകയാണെങ്കിൽ 180-90 പേരെ അവരത് അനുസരിക്കും. കാരണം അവർക്കറിയാം ഇദ്ദേഹത്തിന് ഇതുകൊണ്ടൊന്നും നേടാനില്ല, ഈ നമ്മുടെ സംഘടന നന്നാക്കാൻ വേണ്ടിയാണ് അദ്ദേഹം വന്നിരിക്കുന്നത് എന്നൊരു ഒരു ഉൾബോധ്യം ഉണ്ടല്ലോ. അപ്പൊ നമുക്കാണെങ്കിൽ തോന്നുന്നില്ല. നമ്മൾ ഒരു കോമൺ മാൻ, ഞാനിപ്പോ ചലച്ചിത്രത്തിൽ അഭിനയിച്ച് ഞാൻ ഇതിനകത്തെ മെമ്പറല്ല എങ്കിൽ തന്നെ നമ്മളും ചിന്തിക്കുക മോഹൻലാലാണോ, എന്നാ പിന്നെ നമുക്ക് ഒന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല. കാരണം അദ്ദേഹത്തിന് ഇതിനകത്തൊന്നും ഈ പറയുന്ന പോലെ ഈ പൈസ അടിച്ചു മാറ്റാനോ അല്ലെങ്കിൽ വേറൊരാളെ ഇടിച്ചു താക്കാനോ ഒന്നും അവർക്ക് താല്പര്യമില്ല. അവരുടെ താല്പര്യം എന്തുവാ, ഈ സംഘടന നന്നായിട്ട് പോകണം. മോഹൻലാലൊക്കെ ഇരുന്ന സമയത്ത് ഒരു പ്രശ്നമില്ലായിരുന്നല്ലോ. അല്ല അപ്പോഴും പ്രശ്നം വന്നു. അപ്പൊ അന്നല്ലേ നമ്മുടെ ദിലീപ് വിഷയമൊക്കെ വരികയും മോഹൻലാല് മാധ്യമങ്ങളോട് ചോദിക്കുന്നു ഞങ്ങൾ എന്നാണ് നിങ്ങൾക്ക് ഇത്ര വെറുക്കപ്പെട്ടവരായത് എന്നൊക്കെ ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ പോട്ടെ. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ശ്രീ ഗോവിന്ദൻ നമ്പൂതിരി ഇപ്പൊ ഏറ്റവും ഒടുവിൽ ചെയ്ത സിനിമയുടെ പേരെന്തായിരുന്നു? ആരവൻ എന്ന് പറഞ്ഞ പടം അത് ചെയ്തോണ്ടിരിക്കുകയാണ്. സുധീഷ് ഘോഷാണ് ഡയറക്ട് ചെയ്യുന്നത്. അതില് എന്ത് വേഷമാണ്? അതിനകത്ത് ഞാൻ ഒരു ആ നാട്ടിലെ ഒരു കുഗ്രാമത്തിലേക്ക് ഒരു പുതിയ ഫാമിലി കടന്നു വരുവാ താമസിക്കാനായിട്ട്. നല്ല കഥാപാത്രമാണോ? നല്ല കഥാപാത്രം. ഞാൻ അവിടെ ഒരു കട നടത്തുന്ന ഒരാളായിട്ടാണ്. അതായത് പണ്ട് അവിടെ ഒരു ഫോറസ്റ്റ് ഏരിയ ഉണ്ട്. അവിടെ ഈ ഭക്ഷ്യക്ഷാമം വന്നപ്പോഴത്തേക്ക് അവിടെ കുറെ ആൾക്കാർ ഈ കൃഷി ചെയ്യാൻ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അനുവദിച്ചു. അപ്പൊ അങ്ങനെ ഈ സിനിമയിൽ അങ്ങയുടെ റോൾ എന്ന് പറയുന്നത് ഒരു കട നടത്തുന്ന ഒരു കച്ചവടക്കാരനാണ് അല്ലേ? ഒരു കച്ചവടക്കാരനാണ്. പിന്നെ സാമൂഹ്യ ഇത് വല്ല കച്ചവടം ഇതിനു മുമ്പ് നടത്തിയിട്ടുണ്ടോ? ഇത് എങ്ങനെ? ഞാൻ കച്ചവടമൊന്നും നടത്തിയിട്ടില്ല. മറ്റു കച്ചവടക്കാരെങ്ങനെയാ പെരുമാറുന്നത് നോക്കി മനസ്സിലാക്കി. അതെ ഞാൻ നമ്മളെ ഒബ്സർവേഷൻ ആണല്ലോ. നമ്മളെ ഈ ഒരു ക്യാരക്ടർ കിട്ടുമ്പോഴത്തേക്ക് നമ്മൾ അത് നോക്കിയിട്ട് വേണമല്ലോ. പിന്നെ ഞാൻ 71 വയസ്സായി എനിക്ക്. അത് ശരി. അപ്പൊ ഈ ക്യാരക്ടറിന്റെ വയസ്സ് 72 ആണ്. ഏജ് കൊണ്ട് കറക്റ്റ് ആണ്. പിന്നെ എല്ലാത്തിനും ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും. അപ്പൊ പൊതുവേദിയിലേക്ക് ഈ പ്രത്യേകിച്ച് ഇതുപോലൊരു വിഷയത്തിൽ ഒരു ചലച്ചിത്ര രംഗത്ത് ഉള്ള ഒരാൾ വിളിക്കുമ്പോഴുള്ള ഒരു പ്രതികരണം അത് കൂടെ പ്രധാനപ്പെട്ട തന്നെയല്ല. ഈ സിനിമ കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയം ഇപ്പൊ തൂഫാനുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളൊരു സബ്ജക്ട് കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് ഒരു വലിയൊരു അനുഗ്രഹമായിട്ട് തീരട്ടെ. നോക്കാം നമുക്ക്. അപ്പൊ സിനിമ കണ്ടിട്ട് സിനിമ ഇറങ്ങിയതിനു ശേഷം ഞാനും കണ്ടിട്ട് ഞാൻ അഭിപ്രായം പറയാം എങ്ങനെയുണ്ടെന്ന്. തീർച്ചയായിട്ടും കലക്കിയിട്ടുണ്ടോ എന്ന് നോക്കാം. ഓക്കെ. അപ്പോൾ അതാണ് നമ്മുടെ ഒരു പ്രേക്ഷകൻ. അദ്ദേഹം ഒരു കടക്കാരനായി അഭിനയിക്കുകയാണ്. വളരെ നല്ലതാണ്. അപ്പോൾ 71-ാമത്തെ വയസ്സിലും അദ്ദേഹം കലയെ അത്രയും കണ്ട് സ്നേഹിക്കുന്നു, മുന്നോട്ട് പോകുന്നു. ഒരു പട്ടാളക്കാരനാണ്, ചെസ്സ് കളിക്കുന്നു, ബാഡ്മിൻ്റൺ ചെയ്യുന്നു. അങ്ങനെ എല്ലാവിധ ഒരു ജീവിതത്തെ വളരെ പോസിറ്റീവായി കാണുന്ന ഇത്തരം ആളുകൾ കൂടി നമ്മുടെ പൊതുവേദിയുടെ ഒരു വലിയ നേട്ടമാണ് കേട്ടോ. അപ്പോൾ ശ്രീ സബീന സുൽഫി എന്നോട് പറയുന്നു സ്ട്രിക്റ്റ് ആൻഡ് ട്രാൻസ്പെറൻറ്റ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഇസ് റിക്വയർഡ് ഇൻ അമ്മ എന്ന് എന്നോട് പറയുന്നു. സദാശിവൻ നായർ എന്നോട് പറയുന്നു ഇന്നത്തെ വിഷയത്തിൽ ധാരണയില്ല എന്ന് പറയുന്നു. എന്തൊക്കെ കഥകളാണ് ഈ കേൾക്കുന്നതെന്നാണ് ഗൗതം. ഈ കഥയൊക്കെ അമ്മയിൽ കഥയൊക്കെ കേട്ട് ആകെ ഞെട്ടിത്തിരിച്ചിരിക്കുകയാണ്. അപ്പോൾ സുനിൽകുമാർ എന്നോട് പറയുന്നത് ഗോവിന്ദൻ നമ്പൂതിരിയുടെ ശബ്ദം കേട്ടാൽ അദ്ദേഹത്തിന് 71 വയസ്സായി എന്ന് തോന്നില്ലെന്ന്. അത് സത്യം കേട്ടോ. ഞാനും വിചാരിച്ചത് വളരെ ചെറുപ്പക്കാരനായ ഒരു പട്ടാളത്തിൽ നിന്നൊക്കെ ആളുകൾ നേരത്തെയൊക്കെ വരുമല്ലോ, അങ്ങനെ വന്ന ഒരു ഉദ്യോഗസ്ഥനാണെന്നാണ് വിചാരിച്ചത്. അപ്പോൾ 71 വയസ്സായി എന്ന് പറഞ്ഞപ്പോൾ ഞാനും ഒന്ന് ചെറുതായി അത്ഭുതപ്പെട്ടു. ഏതായാലും കൊള്ളാം. ശ്രീ പങ്കജാക്ഷൻ നായർ പതിവ് പോലെ എനിക്ക് ചുവന്ന ഹൃദയങ്ങളും പൂക്കളും അയക്കുന്നുണ്ട്. അമ്മയിലില്ലാത്ത അമ്മത്വം ഉള്ളത് നാത്തൂൻ പോര് അമ്മയും അമ്മായിയമ്മത്വവും ആണ് എന്ന് ശ്രീ കൃഷ്ണൻകുട്ടി എന്നോട് പറയുന്നു. കേരളത്തിൽ അന്ധമായ രാഷ്ട്രീയമുള്ളിടത്തോളം കാലം ഒരു കാര്യവും നേരെ ചൊവ്വേ പോകില്ല എന്നാണ് അജിത് കുമാറിൻ്റെ ഒരു നിലപാട്. നമസ്കാരം സാർ. ദേ ആർ ഗിവിംഗ് ലോട്ട്സ് ഓഫ് സപ്പോർട്ട് ടു ദെയർ ഓൾഡ് മെമ്പേഴ്സ് ഹു ആർ നോട്ട് ഏബിൾ ടു ഡു എനിത്തിങ്. സോ അമ്മ ഷുഡ് സർവൈവ് എന്നാണ് ശ്രീ ശിവദാസൻ TK എന്നോട് പറയുന്നത്. അത് വളരെ നല്ല കാര്യമാണ്. പാവപ്പെട്ട കലാകാരന്മാർ, അവശ്യ കലാകാരന്മാരൊക്കെ സഹായിക്കുന്നത് ഒക്കെ നല്ലത് തന്നെ. പക്ഷേ ഇങ്ങനെ സഹായിച്ചാൽ അത് അധികകാലം സഹായിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ ഉറപ്പില്ല. ഏതായാലും തിലകൻ്റെ കാര്യത്തിൽ അമ്മ എടുത്ത നിലപാട് ശരിയായിരുന്നു എന്ന് സുനിൽ കുമാർ എന്നോട് ചോദിക്കുന്നു. അപ്പോൾ നമ്മുടെ രാഹുൽ ഗാന്ധിയെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞുള്ള പരിഹാസം, പട്ടായയ്ക്ക് പോയി എന്നൊക്കെയുള്ള ചില കമൻറ്റുകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ശ്രീ രാധാകൃഷ്ണൻ എന്നോടൊപ്പം ചേരുന്നത് ചാത്തന്നൂരിൽ നിന്നാണ്. ശ്രീ രാധാകൃഷ്ണൻ. ശ്രീ മനു, നമ്മൾ കഴിഞ്ഞ ദിവസവും അമ്മയുടെ ഒരു വിഷയം ചർച്ച ചെയ്തതായിട്ട് ഞാൻ ഓർക്കുകയാണ്. അതെ.
അന്ന് ഞാനൊരു കാര്യം താങ്കളോട് പറഞ്ഞിരുന്നു. നമ്മളിപ്പോൾ പലരും പറഞ്ഞതുപോലെ ആ ഇത് രാഷ്ട്രീയം ഒന്നുമല്ല. 1980-കൾ 90-കൾ 2000 മുതൽ 2010 വരെ നമ്മുടെ മലയാള സിനിമ എന്ത് സുന്ദരമായിരുന്നു എന്നറിയാമോ? അവർക്കൊക്കെ അന്ന് ഈ കാലഘട്ടത്തിൽ പ്രവർത്തിച്ചിരുന്നവർക്ക് എല്ലാവർക്കും രാഷ്ട്രീയം ഉണ്ടായിരുന്നു. മുകേഷ് ഒന്നൊന്നല്ലേ അല്ല ഈ രാഷ്ട്രീയം തുടങ്ങിയത്, അല്ലെങ്കിൽ സുരേഷ് ഗോപി, മറ്റു നടന്മാര്, ഇവർക്കൊക്കെ അന്നൊക്കെ ഈ രാഷ്ട്രീയമുണ്ട്. ഈ മലയാള സിനിമയുടെ ഒരു സുവർണകാലം എന്ന് പറയാവുന്ന ആ ഒരു മിഡിൽ കാലഘട്ടമാണ് ഞാൻ ഈ പറയുന്നത്. വളരെ മനോഹരമായിരുന്നു. നല്ല സംവിധായകർ, നല്ല നടന്മാർ, അതൊക്കെ ശരിയാണ്. പക്ഷെ ഇപ്പൊ പിന്നെ എന്താ സംഭവിച്ചത്? ഇപ്പോൾ നടക്കുന്നത് ഞാൻ മനു ഓർക്കുന്നില്ല. ഞാൻ അന്ന് പറഞ്ഞത് മനു പ്രവർത്തിക്കുന്നത് മാധ്യമ പ്രവർത്തനത്തിലാണ്. മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് എന്റെ അഭിപ്രായത്തിൽ ഒരു റെസ്റ്റ് ഇല്ലാത്ത പണിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ എന്തുകൊണ്ടാണ് മനു റെസ്റ്റ് ഇല്ലാതെ തൊഴിലിനോട് ഈ ആഭിമുഖ്യം പുലർത്തുന്നതുകൊണ്ടാണ് മാധ്യമ പ്രവർത്തകർ ലൈവായിട്ട് സമൂഹത്തിൽ നിൽക്കുന്നത്. പക്ഷെ ഈ സിനിമ ഞാൻ പറഞ്ഞു വന്നത്, ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു പക്ഷേ മനു ഇപ്പൊ ഈ ഒരു സിനിമാ നടനായിരുന്നെങ്കിലേ ചിലപ്പോ ഈ പറഞ്ഞ കണക്ക് വാദിസ്ഥാനത്തോ പ്രതിസ്ഥാനത്തോ വന്നേനെ. എന്താ കാര്യം എന്നറിയാവോ? ചാൻസ് ഇല്ല. മനു, ഞാനിത് ഉദ്ദേശിച്ചത് എന്താണെന്ന് മനുവിന് മനസ്സിലായല്ലോ. മനു തിരക്കുള്ള ആളാണ്. നമ്മളൊക്കെ പറയുമല്ലോ, നമ്മള് പിള്ളേരൊക്കെ വളർന്നു വരുമ്പോൾ പറയും അവന് വെറുതെ വീട്ടിൽ നിർത്തരുത്, അവനെ പറഞ്ഞ് വല്ലയിടത്തും വിടണം, അവനല്ലേ വഷളായി പോകും, അവനെ ജോലിക്ക് പഠിക്കാൻ വിടണം, അവനെ ജോലിക്ക് വിടണം. ഇതെന്ന് വെച്ചാൽ നമ്മൾ വെറുതെ ഇരിക്കുന്നത് കൊണ്ടാണ് കുശുമ്പും കുന്നായ്മയല്ല ഇതിനകത്ത്. കാരണം ഇതിൽ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് പല ആളുകൾ അഭിനയ രംഗത്തില്ലാത്തവരാണ്, മുമ്പ് അഭിനയിച്ചതിന്റെ പേരും പറഞ്ഞ് അമ്മയിൽ കയറി ഇറങ്ങി നടക്കുകയാണ്. സ്ഥാനമാനങ്ങളാണ് ഇപ്പൊ അവരുടെ ലക്ഷ്യം. മറ്റൊന്നുകൂടെ ഞാൻ പറയട്ടെ, ഞാൻ താങ്കളൊന്ന് പരിശോധിച്ചു നോക്കൂ. ഇത് വാദിസ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാരും പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാരെയും കുറിച്ചൊന്ന് ചിന്തിക്കൂ. ഇവർക്ക് എത്ര സിനിമയും തിരക്കുണ്ട്. ഈ തിരക്കുള്ള ഏതെങ്കിലും മുഖ്യധാരയിൽ നിൽക്കുന്ന ഏതെങ്കിലും നടന്മാർ ഇതിനകത്ത് വാദിയാട്ടോ പ്രതിയാട്ടോ വരുന്നോ? ഇല്ല. സുരേഷ് ഗോപിക്കൊന്നും ഇതിന് സമയമില്ല. മമ്മൂട്ടിക്ക് മോഹൻലാലിന് സമയമുണ്ട്. ഇപ്പൊ ഞാൻ ഏറ്റവും ഒടുവിൽ കേട്ടത് ധ്യാൻ ശ്രീനിവാസൻ ഇതിന്റെ നേതൃത്വം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. നല്ലതായിരിക്കും. ഈ ശ്രീനിവാസനെ കാണുന്ന കണക്കാണ് അദ്ദേഹത്തിന്റെ മക്കളെയും കാണുന്നത്. ആ ഇമേജ് നിലനിർത്തേണ്ട ബാധ്യത അവർക്കുണ്ടേ. അതുകൊണ്ടാണ് ശ്രീനിവാസന്റെ ബാധ്യത മക്കളായതുകൊണ്ട് നന്നാവണമെന്നില്ല. ആ ശ്രീനിവാസന്റെ പേര് വന്നാൽ കൊള്ളാം. ശ്രീനിവാസന്റെ സ്റ്റാൻഡേർഡ് നിലനിർത്തണം. അദ്ദേഹം എനിക്കിഷ്ടമാണ് ശ്രീനിവാസന്. കാരണം ഇടതുപക്ഷക്കാരനാണെങ്കിൽ ഇടതുപക്ഷത്തിലെ ഒരു തിരുത്തൽവാദിയായിരുന്നു അദ്ദേഹം. വളരെ വേദനയോടെ അദ്ദേഹം പലതിലും പ്രതികരിച്ചും അറബിക്കഥ സിനിമയൊക്കെ എടുത്തതിലും അതിൽ അദ്ദേഹത്തിന്റെ മെസ്സേജ് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. കാരണം എല്ലാ മേഖലയും നന്നാകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇത്രയധികം ഒരു വിമർശിച്ച ഒരു മലയാള സിനിമയിൽ മറ്റൊരു ആൾ ഉണ്ടാവില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരുപക്ഷെ വലിയ ഒരു ആഘാതം ഏൽപ്പിക്കുകയും ചെയ്തെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശ്രീ മനു, ഏറ്റവും കൂടുതൽ മക്കളെ ശിക്ഷിക്കുന്ന അച്ഛനമ്മമാർക്കാണ് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളതെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. കാരണം നന്നാവണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ്. അതൊക്കെ പോട്ടെ, അത് നമ്മളെ വിഷയമല്ലാത്തതുകൊണ്ടും. ശരി. അപ്പൊ ഏതായാലും ഇങ്ങനെ അങ്ങയുടെ അഭിപ്രായം നേരത്തെ പറഞ്ഞത് തന്നെ വ്യക്തമാണ്. അപ്പൊ എന്നോട് നമ്മുടെ ഷാജി ചോദിക്കുകയാണ്, അപ്പൊ ഈ മനു സംസാരിക്കുന്നത് കേട്ടാൽ സിനിമയിൽ അഭിനയിച്ചാൽ കൊള്ളാം എന്ന്, അങ്ങനെയൊന്നും നോക്കണ്ട, ഈ പണി തന്നെയാണ് നല്ലത്. ഏതായാലും ഞാൻ സിനിമയിൽ ഇതുവരെ എനിക്ക് അവസരം കിട്ടിയിട്ടില്ല, സാധാരണഗതിയിൽ കിട്ടാനും പോകുന്നില്ല. അപ്പം ഞാൻ ഈ പണിയിൽ തന്നെ ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതെ അതെ, കേസിൽ പ്രതിയാകാതിരിക്കുന്നതാണ് നല്ലത്. അപ്പൊ ഞാൻ അതാണ്. അപ്പൊ ഈ മോഹൻലാലിന്റെ കാര്യം താങ്കൾ ഞാൻ അത് പറയണമെന്ന് വിചാരിച്ചെങ്കിൽ താങ്കൾ അത് നേരത്തെ പറഞ്ഞ കക്ഷിക്ക് മറുപടി കൊടുത്തു. മോഹൻലാൽ ഒരു ക്രെഡിബിൾ ആയ ഒരു പ്രസന്റ് ആയിട്ട് എനിക്ക് കൂട്ടാൻ പറ്റത്തില്ല. അന്ന് നമ്മുടെ മലയാള സിനിമയിലെ അതിജീവിത വിഷയം വന്ന സമയത്ത് 2 പത്രസമ്മേളനത്തിൽ അതിന് അദ്ദേഹം ഇരുന്ന് ബബ്ബ പറഞ്ഞത് മനുവിന് ഓർക്കും എന്ന് ഞാൻ കരുതുകയാണ്. ഞങ്ങൾക്ക് ഇതൊക്കെ മെമ്മറി ഡയറി പോലെ ഞങ്ങൾ തലച്ചോറിൽ ഇത് ഞങ്ങൾ എഴുതി വെക്കേണ്ട ഞങ്ങൾക്കറിയാം. മോഹൻലാലോ മമ്മൂട്ടി എന്തുകൊണ്ട് അവർ വരാത്ത അവർക്കറിയാം തലവേദനയാണ്. അവർക്ക് ഇതൊന്നും നോക്കാൻ സമയമില്ല. പിന്നെ നേരത്തെ ഒരു കാര്യം പറഞ്ഞത് അമ്മ എന്ന് പറയുന്ന സംഘടന നല്ലവണ്ണം കൊണ്ടുപോയാൽ അമ്മ ആ സംഘടന കൊണ്ട് ജീവിക്കുന്ന സിനിമാ പ്രവർത്തകർക്ക് രക്ഷപ്പെടും. ഇവിടുത്തെ പൊതുജനത്തിന് ഒരു നഷ്ടം വരാനില്ലെന്ന് മനുവിന് അറിയാമല്ലോ. അതുകൊണ്ട് നന്നാക്കി കൊണ്ടുപോയാൽ അവർക്ക് കൊള്ളാം. ഇവിടെ അതാ ഞാൻ നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ 40 വർഷക്കാലം 80 തൊട്ട് ഇങ്ങോട്ട് ഒരു 40 വർഷം 2010 വരെ കൂട്ടി നോക്കി കഴിഞ്ഞാൽ ഒരു മലയാള സിനിമയ്ക്ക് സംഘടന ഇല്ലെന്ന് വിചാരിച്ചിട്ട് ഒന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. അമ്മ വരുന്നതിനും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? നല്ല ക്ലാസിക് സിനിമ, ക്ലാസിക് സിനിമ, ഇപ്പൊ എല്ലാം കഞ്ചാവ് സിനിമകൾ, മയക്കുമരുന്ന് സിനിമകൾ, ഇപ്പൊ എത്രയോ സിനിമകളിൽ പ്രധാനപ്പെട്ട വിഷയം തന്നെ മയക്കുമരുന്നായിരുന്നു. പുതിയ തലമുറയുടെ കുറെ ന്യൂജൻ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ന്യൂജനെ കുറ്റമൊന്നും പറയല്ല. ക്ലാസിക്കൽ സിനിമകൾ ഇറങ്ങുന്നുണ്ടോ ഇപ്പം? നല്ല സംവിധായകരുണ്ടോ ഇപ്പം? ഇല്ല. എന്നിട്ട് കുറെ എണ്ണം അവിടെ ആ കൊച്ചിയിൽ കിടന്ന് തിന്നും കുടിച്ചു അമ്മയുടെ കാഴ്ച കൊണ്ട് അഴിമതി നടത്തി നശിപ്പിക്കുക സംഘടനയെ. വിഷമം കൊണ്ട് പറയുക. ശരി. അപ്പോൾ വ്യക്തമാണ്, താങ്കളുടെ അഭിപ്രായം കൃത്യമാണ്. അപ്പം ശശിധരൻ പിള്ളൈ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഒരല്പം താമസിച്ചാൽ തിരക്കാൻ പോലും ഇവിടെ ആരും ശശിധരൻ പിള്ളൈ ഇന്ന് കണ്ടില്ല. ഞാൻ വിചാരിച്ച അങ്ങ് കമൻ്റ് ഇടാൻ വൈകി എന്നുള്ളതാണ്, അങ്ങ് ഇതിലുണ്ടാകും എന്നുള്ള ധാരണയിൽ ഞാൻ ഇരിക്കുകയാണ്. അപ്പോൾ ശശിധരൻ പിള്ളയെ കണ്ടില്ല എന്നത് ഞാൻ അന്വേഷിച്ചില്ല എന്നുള്ളത് വലിയ തെറ്റാണ്. കാരണം നമ്മുടെ പൊതുവേദിയുടെ സ്ഥിരം പ്രേക്ഷകനാണ്, ഞാനവിടെ ഉണ്ടാകുമെന്നാണ് വിചാരിച്ചു.
അപ്പം മനുവിനാണെങ്കിൽ പഴയ സൗഹൃദമൊന്നുമില്ല, ഇപ്പോൾ ആൾ ഭയങ്കര സീരിയസ് ആണെന്നാണ്. എൻ്റെ ശ്രീ ശശിധരൻ പിള്ള നമ്മൾ പഴയ ആൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സീരിയസ് ഒന്നുമില്ല, നമ്മളിങ്ങനെ സുഹൃത്തുക്കളായിട്ട് തന്നെ തുടരും. അപ്പോൾ ഞാൻ ശ്രീ ശശിധരൻ പിള്ളയെ ഓർക്കാത്തൊരു ദിവസം പോലും ഇല്ല. അപ്പോൾ ഏതായാലും അങ്ങ് ലേശം ലേറ്റായി വന്നാലും ലേറ്റസ്റ്റായി വന്നിട്ടുണ്ട് ശ്രീ ശശിധരൻ പിള്ള അദ്ദേഹത്തിൻ്റെ കമൻറ്റുകളുമായിട്ട്. വിനീത് ശ്രീനിവാസൻ, അജു വർഗീസ് ഇവരൊക്കെ വന്നാൽ പിന്നെയും ഈ സംഘടന രക്ഷപ്പെടും എന്ന് എന്നോട് ഗൗതം പറയുന്നു. ചാത്തന്നൂർ രാധാകൃഷ്ണൻ ഇന്ന് പറഞ്ഞതിനെ ശാഖ്ലിക്കുന്നു, അഭിനന്ദിക്കുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ മുരളീധരൻ നായർ എന്നോട് പറയുന്നു, അപ്പോൾ ശാഖ്ലനീയമായ ഒരു പ്രതികരണമാണിന്ന് നടത്തിയത് ശ്രീ ചാത്തന്നൂർ രാധാകൃഷ്ണൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഗോപാലകൃഷ്ണൻ കേശവൻ പിള്ള എന്നോട് പറയുന്നു, പ്ലീസ് കൺവേ മൈ ബെസ്റ്റ് വിഷസ് ടു മിസ്റ്റർ ഗോവിന്ദൻ നമ്പൂതിരി, അദ്ദേഹം സിനിമയിൽ അഭിനയിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരൊക്കെ ശ്രീ ഗോവിന്ദൻ നമ്പൂതിരി അങ്ങേക്ക് ആശംസകൾ അറിയിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ബിക്കോസ് ഓഫ് അമ്മാസ് പ്രസൻസ് ആർട്ടിസ്റ്റ് ആർ ഗെറ്റിംഗ് ദെയർ റിന്യൂമറേഷൻ എന്ന് പറയുന്നു. ഗോമാതാജി പറയുന്ന രാധാകൃഷ്ണൻ ചാത്തന്നൂർ ഞാൻ അധികം സമയം കൊടുത്തെന്ന്. വല്ലവരും എഴുതുന്ന സംഭാഷണങ്ങളും ചലനങ്ങളും അല്ലാതെ സ്വന്തമായ ദീക്ഷണയില്ലാത്തവർ ഇതൊക്കെ ചെയ്യും ലേറ്റ് എന്ന് പറയുന്നു. അപ്പോൾ ശശിധരൻ പിള്ള എന്നോട് പറയുന്നത്, ലേറ്റായി വന്നാലും ലേറ്റസ്റ്റായി താൻ വരുവേൻ എന്ന ഒരു തമിഴ് സിനിമ ഡയലോഗ് അടിച്ചാണ് വരുന്നത്. അപ്പോൾ ശ്രീ ഗോപകുമാർ പാലക്കാട് നിന്ന് എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഗോപകുമാർ സിനിമയൊക്കെ കാണാറുണ്ടോ? ഹലോ, നമസ്കാരം മനുജി. നമസ്കാരം. ധാരാളം സിനിമ കാണാറുണ്ടോ ശ്രീ ഗോപകുമാർ? ഇതിനൊക്കെ എല്ലാ സിനിമയും കാണുന്ന ആളാണ് ഞാൻ, എല്ലാ സിനിമയും കാണുന്ന. ഇപ്പൊ പക്ഷേ OTT-യിലാണ് കാണുന്നതെന്ന് അന്ന് എന്നോട് പറഞ്ഞു അല്ലേ? പണ്ട് തിയേറ്ററിലാണ് കൂടുതൽ കാണുന്നത്, ടിവിയിലാണ് കൂടുതൽ കാണുന്നത്. അത് എനിക്ക് ഞാൻ എന്തായാലും ആദ്യമായിട്ട് തന്നെ നമ്മുടെ 71 വയസ്സുള്ള റിട്ടയർഡ് പട്ടാളക്കാരനായിട്ടുള്ള നമ്മുടെ ഗോവിന്ദൻ നമ്പൂതിരിക്ക് ഒരു ആശംസകൾ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. 71-ാം വയസ്സിലും ഈ തരത്തില് ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ പോലെ ഒന്നും സാധിക്കുമെന്ന് അറിയില്ല. മൂപ്പര് എന്തായാലും എന്റെ ഒരു അച്ഛന്റെ വയസ്സുള്ള ഒരാളാണ്. മൂപ്പരെ ഞാൻ ഒരു ആശംസകൾ അറിയിക്കണം. മനു അദ്ദേഹം കേൾക്കുന്നു വിചാരിക്കുന്നു, ഇല്ലെങ്കിൽ മനു ഇതൊന്ന് പറയൂ. ഗോപകുമാർ ഒരു ആശംസ അറിയിച്ചിട്ടുണ്ട്, കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ദയവ് ചെയ്തിട്ട് ഈ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മാറി പോയി മനുജി, ഒരുപാട് കാര്യങ്ങളിൽ മാറിപ്പോയി. ഇന്നത്തെ ചോദ്യം, ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള കാതലായിട്ടുള്ള കാര്യം അമ്മ എന്ന് പറയാനും എനിക്ക് മടിപ്പാണ്. അമ്മ എന്ന് പറഞ്ഞാൽ എനിക്ക് വെറുപ്പ് വരികയാണ്. എന്ന് മാത്രമേ പറയാൻ പാടൂ. അമ്മ എന്ന് ഒരു കാരണവശാലും പറയാൻ പാടില്ല. അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലൊരു കണക്കൂട്ടലുണ്ട്, ഒരു ദൈവിക സങ്കല്പം. നമ്മളെ ഒരു പ്രേക്ഷകൻ പറഞ്ഞു ദൈവിക അതാണ് സത്യം. അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ദൈവിക സങ്കല്പമാണ്. ആ സങ്കല്പത്തിന് എതിരായിട്ടാണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും. ഇപ്പൊ ഇവർ പറയും ഒരു കാരണവശാലും INDIA ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് ഇതില്ല, അത് പറയാം. INDIA എന്നേ പറയാൻ പാടുള്ളൂ, ഇന്ത്യ മുന്നണി എന്നും പറയുന്നുണ്ട്. അതേമാതിരി ഈ AMMA അങ്ങനെ തന്നെ പറയാൻ പാടുള്ളൂ. അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് മോശമാണ്. നമ്മള് കേരളത്തിലുള്ള ഞാൻ ചോദിക്കുന്നു ശ്രീ ഗോപകുമാർ ഉദ്ദേശിക്കുന്നത് ഇത് എങ്ങനെ ഇത് പരിഹരിക്കും ശ്രീ ഗോപകുമാർ? ഇത് അവർക്കൊരു സംഘടന വേണ്ടേ? തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് സംഘടന പിരിച്ചുവിടാണ് നല്ലതെന്നാണ് എന്റെ ഒരു അഭിപ്രായം. അതായത് ഇപ്പൊ പറയുന്നു, ഇപ്പൊ ശ്വേത പറഞ്ഞ കുട്ടിയാണ് അതിൽ മെയിൻ ആയിട്ട് ഇരിക്കുന്ന ആളുകൊണ്ട് അവർ BJP ഇരുന്ന് 15 കോടി ഉറുപ്പ്യ വാങ്ങി എന്ന് പറയുന്നുണ്ട്. പിഷു പാലക്കാടത്തെ MLA പിഷു എന്ന് പറയാൻ പറ്റില്ല, പിഷാരടി, രമേശ് പിഷാരടി, എല്ലാവരും പിഷു എന്ന് പറയാം. സ്നേഹത്തോടു കൂടി ഈ പുറത്തു വന്ന ടേപ്പിലും ശ്വേതാ മേനോനും പിഷു എന്നാണല്ലോ പറയുന്നത്, സ്നേഹത്തോടു കൂടി പറയുന്നത്. അതുകൊണ്ട് ഞാനും പറയാം, ഇപ്പൊ മൂപ്പർക്ക് പിഷു എന്ന് വിളിച്ചാലും മൂപ്പർക്ക് ആശയമൊന്നുമില്ല എന്നാണ് എന്റെ മനസ്സിൽ. പിഷു എന്നാണ് മൂപ്പർ ഇഷ്ടപ്പെടുന്ന ഒരു പേരും. അപ്പൊ പിഷാരടി അടക്കം, രമേശ് പിഷാരടി അടക്കം ഈ കാര്യത്തില് കള്ളത്തരം ഉണ്ട്, വാങ്ങിയിട്ടുണ്ട്, എന്ത് ചെയ്യാൻ പറ്റും നമുക്കെന്ന് ചോദിക്കുന്ന ഒരു MLA ചോദിക്കുന്നു. ഇപ്പൊ പാലക്കാട് MLA ആണ്. അയാള് സിനിമ നടനോ കൊമേഡിയനോ ഒന്നല്ല, പാലക്കാട് മണ്ഡലത്തിലെ MLA ആണ്. അദ്ദേഹം ചോദിക്കും നമുക്കറിയാം എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ശേതാമൻ രണ്ടാളും കൂടി സംസാരിക്കും. 15 കോടി ഉറുപ്പ്യ വാങ്ങിന്ന് വേറൊരു കുട്ടി പറയണോ, എന്താണ് ആ കുട്ടിയുടെ പേര്, അൻസിബ. അത് ആ കുട്ടിയൊക്കെ ഇപ്പൊ ഈ മോഹൻലാലിന്റെ ദൃശ്യം സിനിമയിൽ വന്നത്, ആ സിനിമയിൽ വന്നിട്ട് കുറച്ചു കാലമായിട്ട് ചെറിയൊരു കുട്ടിയാണ്. ആ കുട്ടി പറയുകയാണ് ഒരുപാട് ആക്ഷേപങ്ങൾ അങ്ങോട്ട് ആരോപിക്കുകയാണ്, ഒരുപാട് കാര്യങ്ങൾ ആരോപിക്കുകയാണ്. നമ്മളെ നടൻ ടിനി ടോമിന്റെ മേലുള്ള കംപ്ലൈന്റുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും നമ്മുടെ ഈ സുരേഷ് ഗോപി ഇതിലൊന്നും ഇടപെടാത്ത എന്താ ശ്രീ ഗോപകുമാർ? അദ്ദേഹത്തിന് കൂടി വലിയ പ്രാധാന്യമുള്ളൊരു സ്ഥലമില്ലേ? സുരേഷ് ഗോപിക്കും മോഹൻലാലിനും മമ്മൂട്ടിക്കും ഒക്കെ വേറെ പണിയുണ്ടെന്നേ. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാണെന്നേ. അതെ, എന്നാലും ആ സ്വന്തം സംഘടനയിൽ ഇങ്ങനെ ഒരു വലിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ അതൊന്ന് ഒരു ഇടപെട്ട് അതൊന്ന് പരിഹരിക്കാൻ നോക്കണ്ടേ? ഇതിങ്ങനെ ആളുകൾ റോട്ടിൽ കിടന്ന് അടികൂടുകയല്ലേ? അപ്പൊ ഇത് അല്ല, ഒരു കേന്ദ്രമന്ത്രി പോയിട്ട് ഈ സംഘടനയിൽ പോയിട്ട് നമ്മളത് ചെയ്തു തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് സമ്മതിക്കും? ഇവരിപ്പോ എത്ര ആൾക്കാർ എന്തൊക്കെയാ പറയുന്നതിന് കണക്കേ ഇല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ AMMA പറഞ്ഞ സംഘടനയ്ക്ക് അതിനിപ്പോ മനോജി പറഞ്ഞ മനോജിയുടെ ക്യാപ്റ്റൻ അങ്ങനെയുള്ള അമ്മ, അങ്ങനെയുള്ള ഞാനും അങ്ങനെ പറയാം, എനിക്ക് പറയാൻ വിഷമമുണ്ട്. പക്ഷെ അമ്മയ്ക്ക് മക്കൾ കൂടിപ്പോയി, അച്ഛനില്ലാത്ത മക്കള്.
സത്യം അങ്ങനെ പറയേണ്ടി വരും. അച്ഛനില്ലാത്ത മക്കൾ അമ്മയ്ക്ക് കൂടിപ്പോയി, അതാണ് വിഷയം. അല്ലെങ്കിൽ ഈ AMMA എന്നുള്ള പറഞ്ഞത് അങ്ങനെ മാറ്റി പറയാതെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ ആരോപണം നേരത്തെ ഒരു നമ്മുടെ പ്രേക്ഷകൻ പറഞ്ഞു, ഇതിൽ ഒരുപാട് ആൾക്കാർക്ക് ഒരു പണി തൊഴിലില്ലാണ്ടിരിക്കുന്ന കാരണം കൊണ്ട് ഇവർക്ക് ഇങ്ങനെ കയറുകയാണ്, ഓരോ മുള്ളു കയറുകയാണല്ലോ. അതന്നെ സത്യം, അതാണ് സത്യം. ഇവർക്ക് ഓരോന്ന് തോന്നുകയാണ് ഓരോ സമയത്ത്. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം സംസാരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. അവിടെ സുഖമായിട്ടിരിക്കുന്ന കനത്ത മഴയെന്ന് തോന്നുന്നു അല്ലേ ശ്രീ ഗോപകുമാർ? പാലക്കാടും പോയി. ഓക്കെ. അപ്പോൾ എന്നോട് ഇപ്പം ശ്രീ രാധാകൃഷ്ണൻ PR എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. അദ്ദേഹം നമ്മുടെ പൊതുവേദി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത്, മനു സാർ നമസ്കാരം, ഇന്നത്തെ സിനിമാ സംഘടന പണത്തിൻ്റെയും രാഷ്ട്രീയ അതിപ്രസരത്തിൻ്റെയും കൂത്തരങ്ങായി മാറിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യ മുന്നണി നാണം കെടുത്തുന്ന പോലെ അമ്മ എന്ന മഹത്തായ വാക്കിനെ അമ്മയും നാണം കെടുത്തുന്നു എന്ന് നമ്മുടെ സുനിലും ഒക്കെ പറയുന്നുണ്ട്. അൻസിബ ഈസ് നോട്ട് കുട്ടി, ഷീ ഈസ് 32 years old എന്നാണ് പറയുന്നത്. ഓക്കെ, എന്നാണ് നമ്മുടെ ഷിജു പറയുന്നത്. ഓക്കെ, ഏതായാലും എനിക്കൊരു ചെറിയ ഇടവേള അനിവാര്യമാണ്. ഞാനൊരു ചെറിയ ഇടവേള എടുത്ത് പെട്ടെന്ന് മടങ്ങി വരാം. ഷോർട്ട് ബ്രേക്ക്. ഇന്ത്യൻ സാമ്പത്തിക രംഗവും ഭരണനിർവഹണ സംവിധാനങ്ങളും ഡിജിറ്റൽ യുഗത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് ചുവടുവെക്കുകയാണ്. ഓരോ ധനകാര്യ വർഷത്തിന്റെയും പകുതി അടയാളപ്പെടുത്തുന്ന ജൂലൈ മാസം സാധാരണയായി പുതിയ സാമ്പത്തിക അച്ചടക്കങ്ങളുടെയും പരിഷ്കാരങ്ങളുടെയും തുടക്കമാകാറുണ്ട്. ഈ വർഷവും അതിൽ ഒട്ടും കുറവല്ല. രാജ്യത്തെ സാധാരണക്കാരായ സാധാരണ പൗരന്മാർ മുതൽ വൻകിട നികുതിദായകർ വരെയും നിത്യേന UPI ഇടപാടുകൾ നടത്തുന്നവർ മുതൽ ഇന്ത്യൻ റെയിൽവേയിൽ യാത്ര ചെയ്യുന്നവർ വരെയും അറിഞ്ഞിരിക്കേണ്ട വിപ്ലവകരമായ നിരവധി മാറ്റങ്ങളാണ് ജൂലൈ 1 മുതൽ രാജ്യത്ത് പ്രാബല്യത്തിൽ വരുന്നത്. ഈ പരിഷ്കാരങ്ങൾ കേവലം ഒരു ചുവപ്പ് നാട മാറ്റമല്ല, മറിച്ച് രാജ്യത്തെ സാമ്പത്തിക വ്യവസ്ഥയിൽ സുതാര്യത ഉറപ്പാക്കാനും സാമ്പത്തിക തട്ടിപ്പുകൾ തടയാനും ലക്ഷ്യമിട്ടിട്ടുള്ള ദീർഘവീക്ഷണത്തോടെയുള്ള അപ്പോൾ നമ്മുടെ പൊതുവേദി തുടരുകയാണ്. അപ്പോൾ ഗൗതം നമ്മുടെ കാസർഗോഡുകാരനാണ്, നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. ഗൗതം ഈ അമ്മയിലെ കഥകളൊക്കെ കേട്ടിങ്ങനെ ഞെട്ടിത്തിരിച്ച് അവിടെ ഇരിപ്പുണ്ട്. എനിക്ക് മെസ്സേജൊക്കെ അയക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ പൊതുവേദിയുടെ സ്ഥിരം പ്രേക്ഷകയായ ശ്രീമതി സതി ബാബുരാജും നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് ഗുഡ് ഈവനിങ്, സുഖമാണോ എന്നൊക്കെ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ ഈ കോട്ട് വളരെ മനോഹരമായിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്യണം. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ ഇത് എൻ്റെ കോട്ടല്ല, ഞാൻ ഇവിടുന്ന് തൽക്കാലം എടുത്ത കോട്ടാണ്. അപ്പോൾ അതുപോലെ എന്താണ് ഈ സുനിൽ പറയുന്നത്, വിദേശികൾ കമൻ്റ് ഇടുന്നുണ്ട് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നത് ഇംഗ്ലീഷിൽ കമൻ്റ് ഇട്ടുണ്ട്. അത് ടൈപ്പ് ചെയ്യാനുള്ള എളുപ്പം കൊണ്ടാണ് സുനിലെ. നമ്മളിപ്പോൾ ഇംഗ്ലീഷിനെ വിദേശി എന്നൊന്നും പറയേണ്ട കാര്യമില്ല. നമ്മുടെ പുട്ട് വിദേശിയാണ്, നമ്മുടെ മേശ വിദേശിയാണ്, നമ്മുടെ പേന വിദേശിയാണ്, നമ്മുടെ ജനൽ വിദേശിയാണ്. അത് ഞാനൊരു ദിവസം ഇവിടെ പറഞ്ഞല്ലോ, പോർച്ചുഗീസ് ഭാഷ പഠിക്കുന്ന ഘട്ടത്തിൽ മനസ്സിലാക്കിയ ഒരുപാട് വാക്കുകൾ. എന്തിന്, നമ്മുടെ ആശുപത്രി വിദേശിയാണ്, പോർച്ചുഗീസ് ഭാഷയാണ്. അങ്ങനെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നോക്കിയാൽ അത് കപ്പ തൊട്ട് പുട്ട് വരെ വിദേശിയാണ്, സാമ്പാർ വിദേശിയാണ്. നമുക്ക് അവസാനം ഈ സ്വദേശി എന്ന് നോക്കിയാൽ ഒരുപക്ഷെ ചിലപ്പോൾ നമ്മുടെ കൗബീനം മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ വിദേശി എന്ന ഇതിലേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ എന്നോട് ശ്വേത മേനോൻ പറയുന്നത്, പിഷാരടി ഫോൺ സംഭാഷണം കേട്ടപ്പോൾ എനിക്ക് ശ്വേത മേനോൻ പറഞ്ഞതാണ് ശരി എന്ന് തോന്നുന്നു. അപ്പോൾ എന്നോട് ബാബുരാജ് കാഞ്ഞിരമ്പുഴയാണ് എന്നോട് പറയുന്നത്. അപ്പോൾ പിന്നെ എന്നോട് പറയുന്നുണ്ട്, മനു ഒരു മിമിക്രിക്കാരനെ കിട്ടിയപ്പോൾ മാക്സിമം യൂസ് ചെയ്തതല്ല. ഒരു മിമിക്രിക്കാരൻ എന്ന് പറയുമ്പോൾ നമുക്കെപ്പോഴും കൗതുകമുള്ള ഒരാളാണ്. അപ്പോൾ നമ്മുടെ പൊതുവേദിയുടെ ഒരു പ്രധാന ഘടകം നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന പോലെ ശബ്ദമാണ്. നമ്മളിപ്പോൾ പല ആളുകളെയും തിരിച്ചറിയുന്നത് ശബ്ദം കൊണ്ടാണ്. ഇപ്പോൾ നമ്മളാരും പരസ്പരം കാണുന്നില്ല, ഞാൻ എല്ലാവരെയും തിരിച്ചറിയുന്നത് ശബ്ദത്തിലൂടെയാണ്. അപ്പോൾ മറ്റൊരാളുടെ ശബ്ദം അനുകരിക്കാൻ കഴിയുക, അല്ലെങ്കിൽ മറ്റൊരു ജീവിയുടെയോ മറ്റെന്തെങ്കിലും ഉപകരണങ്ങളുടെയോ ഒക്കെ ശബ്ദം അനുകരിക്കുക എന്നത് ഒരു പ്രത്യേകമായൊരു മനോഹരമായൊരു കലയാണ്. അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു കലയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തോട് ഇത് ആവശ്യപ്പെട്ടത്. പിന്നെ അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ പറയാനും ഉണ്ടായിരുന്നു. ശ്രീ മോഹനൻ എന്നോടൊപ്പം ചേരുന്നത് ചോറ്റാനിക്കരയിൽ നിന്നാണ്. ശ്രീ മോഹനൻ. നമസ്കാരം മനു. നമസ്കാരം. മലയാള സിനിമയെ കുറിച്ചാണല്ലോ ചർച്ച. സത്യം പറഞ്ഞാൽ ഇത് ജനങ്ങൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല, ഇവരാര് ഭരിച്ചാലും ഭരിച്ചില്ലെങ്കിലും. എന്താ കാരണം വെച്ചാലേ, കാരണം നമ്മൾ പണ്ടൊക്കെ മലയാള ചലച്ചിത്രത്തിനെ പറ്റി ഭയങ്കര ആൾക്കാർക്ക് ഒരു കാലത്ത് വളരെ പ്രതീക്ഷകളായിരുന്നു. കാരണം
ജനങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു സിനിമ എന്ന് പറഞ്ഞത്. പക്ഷെ എപ്പോഴും നമ്മൾ ആളുകൾ സിനിമ കാണുന്നില്ലേ? എല്ലാ സിനിമകളും നമ്മൾ എല്ലാവരും സിനിമ കാണുന്നില്ല എന്നല്ല പറയണത്, സിനിമ കണ്ടു ഇറങ്ങി പോരും. കൂടുതൽ അതിനെ കുറിച്ച് വലിയ പ്രതികരണത്തിലൊന്നും നിൽക്കുന്നില്ല ആൾക്കാര്. കാരണം ഈ ലാലിനും മമ്മൂട്ടിക്കൊക്കെ അറിയാം ഇതിന്റെ അകത്ത് നടക്കുന്ന, ഇത് ആര് പറഞ്ഞാലും കേൾക്കാത്ത ഒരു പറ്റ ആൾക്കാരാ. കാരണം അവർക്ക് ഇതിനെ കുറിച്ച് ഒരു നല്ല ലെവലിൽ പോകണം എന്നുള്ള ആഗ്രഹമൊന്നുമില്ല. അവർക്ക് കുറച്ച് ഇങ്ങനെ ഇപ്പൊ കാര്യമായ വർക്കൊന്നുമില്ല. അപ്പൊ അത് കാരണം ചുമ്മാ ഞാൻ ചാനലുകളിലൊക്കെ കുറച്ചെങ്കിലും ചർച്ച നടന്നോട്ടെന്ന് അവരും കരുതും. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഭരണം വലിയ കുഴപ്പമൊന്നുമില്ല. എന്താ കുഴപ്പമുള്ള? കാരണം ഇതുണ്ടെങ്കിൽ ആരെങ്കിലും കുഴപ്പമെന്ന് പറഞ്ഞാൽ ഒരാൾ രാജിവെക്കാൻ പോകുന്നു, പിന്നെ ഞാൻ രാജിവെച്ചിട്ടില്ലെന്ന് പറയുന്നു, കോടതിയിലേക്ക് പോകുന്നു, കോടതി പറയുന്നു അവരെ അംഗീകരിക്കണമെന്ന് പറയുന്നു. ഇപ്പോൾ പിഷാരടി അതേ അഡ്വോ കമ്മിറ്റിയുടെ ചെയർമാനായി എന്ന് പറയുന്നു, ഞാൻ പ്രശ്നം പരിഹരിക്കുമെന്ന് പറയുന്നു, ഇപ്പോൾ പറയുന്നു ഞാൻ രാജിവെക്കാമെന്ന് പറയുന്നു. അപ്പോൾ ഇത് പോരെ? ഇത്രയും പ്രശ്നം പോരെ? അല്ല, ഇങ്ങനെ പ്രശ്നങ്ങൾ വേണമല്ലോ. പ്രശ്നങ്ങൾ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കണം. കാരണം തീരരുത്. കാരണം വാർത്തകൾക്ക് എപ്പോഴും ഒരു അവസാനം ഉണ്ടാവാൻ പാടില്ല. കാരണം ചാനലുകാർക്ക് ഒരു രസമാത്രമേ, വേറെ ആൾക്കാർക്ക് വലിയ കാര്യമൊന്നുമില്ല. കാരണം ഇപ്പൊ ഉള്ളവർ ഭരിച്ചാലും കുഴപ്പമില്ല, ഇനി പുതിയ കമ്മിറ്റി വന്നാലും അവർക്ക് പരാതിയൊന്നുമില്ല. കാരണം തന്നെ ഇവരാര് വന്നാലും സിനിമാ ഫീൽഡിൽ അവരാരും അത്ര മര്യാദക്കാരാണെന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ. കാരണം എല്ലാവർക്കും അതിൻ്റെതായ ചില ഒരു ഫോൾട്ട് ഉണ്ടാവില്ല മാനസികമായിട്ടുള്ള. അതിന് ഇത്തിരി പേർക്ക് കൂടുതലുണ്ടോ സംശയം മാത്രമേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് ഒരു ഇതൊന്നും തോന്നുന്നില്ല. പിന്നെ കുറെ പാവപ്പെട്ട അവശകലാരന്മാരുണ്ട് മനു, അവങ്ങൾക്ക് പെൻഷൻ കിട്ടുന്ന കാര്യങ്ങളും ചാരിറ്റി ഇല്ലേ, അതൊക്കെ നടന്നു പോകണം. അതിനിപ്പോ ആരും വന്നാലും അത് മുടക്കം കൂടാതെ നടന്നു പോകണം എന്നുള്ള ഒരു സാധാരണക്കാരനായി എനിക്ക് അഭിപ്രായം പറയാവുള്ളൂ. ആവശ്യ കലാകാരന്മാരുടെ ഒരു സഹായം അവർക്ക് കിട്ടുന്നത് കൈനീട്ടം അല്ലേ കിട്ടിക്കോട്ടെ. അതെ അതെ, അത് മുടങ്ങാതെ, അത് നാളേക്ക് നാളെ അല്പമെങ്കിലും കൂടി ഈ മമ്മൂട്ടിയും മോഹൻലാലൊക്കെ അവർ കയ്യിൽ നിന്ന് കുറെ ചെയ്യുന്നുണ്ട്. വേറെ പല ആൾക്കാരും അവരൊന്നും ഇത് പറയണില്ല. അപ്പോൾ ഇത് പിരിച്ചുവിട്ടാൽ ഒരു പക്ഷേ അവർക്കായിരിക്കും ആകെ ഇതിൽ വിഷമം ഉണ്ടാകുന്നത്. മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം ആയാറാം ഗയാറാം എന്ന് പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതല്ലെങ്കിൽ അടുത്തൊരു സംഘടനയെ അവർ തേടിപ്പോവും അല്ലേ? അതാണ് ആദ്യം പറഞ്ഞത്, ജനങ്ങൾക്കും അത്രേ ആവശ്യമുള്ളൂ. അവരെ കൊണ്ടൊന്നും വലിയ പ്രയോജനം ഉണ്ടാവാൻ പോണില്ല ആര് വന്നാലും. പിന്നെ ഈ പറഞ്ഞ മാതിരി മമ്മൂട്ടി ലാലൊക്കെ അവർക്കൊന്നും വരില്ല. കാരണം അവർക്കൊക്കെ വർക്കുള്ള തിരക്കുള്ള ആൾക്കാർ. അവർ വരുമ്പോൾ നിൽക്കുന്നത് അവർക്ക് പേരിന്റെയും വേറെ ഒന്നിന്റെ ആവശ്യമില്ലല്ലോ. അത് കാരണം പിന്നെ വേറെ കാര്യം, അവരൊക്കെ ചെയ്യുന്ന ചാരിറ്റി പോലെ ആരെങ്കിലൊക്കെ ചെയ്തു വന്ന് ചാരിറ്റി ഇപ്പൊ ആര് ചെയ്താലും നല്ല കാര്യം ആര് ചെയ്താലും അത് നടക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. അതുകൊണ്ട് ഇതിലെ ഇവരുടെ ഈ ഭരണ തകർച്ചയെ കുറിച്ചും നേട്ടങ്ങളെ കുറിച്ചും നമുക്കൊന്നും സാധാരണക്കാരൻ ചിന്തിക്കാൻ വലിയ കാര്യമായിട്ടൊന്നുമില്ല. ശരി, അതല്ലേ? ഓക്കെ, താങ്ക് യു. അപ്പോൾ വ്യക്തമാണെന്ന് ശ്രീ മോഹനൻ ചോറ്റാനിക്കരയിൽ നിന്നാണ് നമുക്കൊപ്പം ചേർന്നത്. അപ്പോൾ നമ്മുടെ ഷാജി എന്നോടൊപ്പം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഷാജി നേരത്തെ തന്നെ ഉണ്ട്. ഷാജി പറയുന്ന മനു ഇപ്പോൾ എവിടെയാണ് നല്ല സിനിമകൾ? പണ്ടൊക്കെ എത്രയോ നല്ല സിനിമകൾ ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് കിലുക്കം, അതുപോലെ ചിത്രം, അതുപോലെ അരയന്നങ്ങളുടെ വീട്, അമരം, മകൻ എൻ്റെ മകൻ, അങ്ങനെ കുടുംബപരമായ ഒരുപാട് സിനിമകൾ ഉണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് ഇപ്പോൾ നഷ്ടമായി എന്നാണ് പറയുന്നത്. ഇപ്പോഴും സിനിമകളൊക്കെ ഉണ്ട് എന്നാണ് ഞാനും വിചാരിക്കുന്നത്. ഏതായാലും പലർക്കും പലതരത്തിലുള്ള സിനിമകളായിരിക്കുമല്ലോ ഇഷ്ടം. അപ്പോൾ ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സൊക്കെ പലരും ഇഷ്ടപ്പെട്ടു തുടങ്ങി. അപ്പോൾ അതുപോലത്തെ സിനിമകൾ ഇഷ്ടപ്പെടുന്നവരുണ്ട്, അങ്ങനെ വരുന്നു. അപ്പോൾ ശ്രീ മുരളി എന്നോട് പറയുന്ന അമ്മയെ സ്നേഹിക്കുന്നവർ സ്വന്തം അമ്മയെ കൂടി ഓർക്കണം എന്ന് എന്നോട് പറയുന്നു. ഷിജു പറയുന്നത് ശ്രീനിവാസൻ വാസ് ഇൻ ABVP ആസ് എ സ്റ്റുഡൻറ്റ് ആൻഡ് ലേറ്റർ ഇൻ ജനസംഘം. എനിക്കറിയില്ല കേട്ടോ. ഒരാളെപ്പറ്റി ഞാൻ പറഞ്ഞത് താങ്കൾ ചീത്ത പറഞ്ഞാൽ ഞങ്ങൾ കേട്ടിരിക്കില്ല. ഒരാളെ പറ്റി അല്ല ഞാൻ പറഞ്ഞത് സാർ, താങ്കളെ ചീത്ത പറഞ്ഞാൽ ഞാൻ കേട്ടിരിക്കില്ല എന്നാണ്. അപ്പോൾ എന്നെ ആരും ചീത്ത പറഞ്ഞെന്നാണ്. ഓക്കെ, അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പോട്ടെ. വിദേശി ഓക്കെ 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 എനിക്ക് മനസ്സിലായി. സുനിൽ ഇപ്പോൾ ഉദ്ദേശിച്ച കാര്യം എനിക്ക് മനസ്സിലായി. ഇതിൽ ഞാൻ ഞാൻ വിചാരിച്ചു സുനിൽ ഐ എം എക്സ്ട്രീംലി സോറി. ഞാൻ വിചാരിച്ചു സുനിൽ മേലെ ഇംഗ്ലീഷ് കമൻറ്റ് ഇട്ടപ്പോൾ വിദേശിയിൽ നിന്ന് അടിയിൽ എഴുതിയപ്പോൾ ഞാൻ വിചാരിച്ചു മുകളിലുള്ള ആളെയെന്ന്. അപ്പോൾ അതിന് മുന്നിൽ ഒരാൾ ചില ബാഡ് കമൻറ്റ്സ് ഒക്കെ ഇട്ടിരുന്നു. അയാളെ ഉദ്ദേശിച്ചാണ് പറഞ്ഞതെന്നാണ് ഇപ്പോൾ സുനിൽ പറയുന്നത്. അപ്പോൾ കറക്റ്റാണ്. അതെന്തായാലും നമ്മുടെ കൂട്ടായ ഒരു തീരുമാനമാണ്. അത്തരം ആളുകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കില്ല എന്നുള്ളത്. അപ്പോൾ സുനിൽ, താങ്ക് യു സോ മച്ച്. അപ്പോൾ എനിക്ക് ചുവന്ന ഹൃദയമുണ്ട്. താങ്ക് യു സോ മച്ച്. ഓക്കേ. അപ്പോൾ കുമാർ, നമ്മുടെ കുമാറുണ്ട്. കുമാർ നമുക്കൊപ്പം ചേർന്നതിൻ്റെ ഇതുണ്ട്. നമസ്കാരം എന്നൊക്കെ എന്നോട് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മുടെ ഓക്കെ. അപ്പോൾ സുനിൽകുമാർ എന്നോട് പറയുന്നത് ഒരാൾ വളരെ മോശമായൊരു കമൻ്റ് ഇട്ടു, അയാളെയാണ് വിദേശി എന്ന് പറഞ്ഞതെന്നാണ്. അപ്പോൾ അത്തരം കമൻറ്റുകൾ നമ്മുടെ പൊതുവേദിയിൽ ഇല്ല. ഇതൊരു പുതിയ ആളായിരിക്കാം, സ്വാഭാവികമായി അങ്ങ് ഉദ്ദേശിച്ച് എനിക്ക് മനസ്സിലായി. കാരണം നമ്മുടെ പൊതുവേദിയിൽ നമ്മൾ ഫോളോ ചെയ്യുന്നൊരു വലിയൊരു കുലീനമായ ഒരു രീതിയുണ്ട്. അത് നല്ല കമൻറ്റുകൾ വളരെ ഷാർപ്പായി ഇടുന്നവരുണ്ട്, പക്ഷേ സഭ്യമായ ഭാഷ എന്നത് നമ്മുടെ ഒരു ഇതാണ്. അപ്പോൾ അത് മനസ്സിലാക്കാത്ത ആളുകൾ ഇവിടെ വന്ന് നന്നായവർ ഒരുപാട് പേരുണ്ട് കേട്ടോ. അങ്ങനെയും ആളുകളുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് സുനിലെ, നമുക്ക് അവരെയൊക്കെ നേരെയാക്കാം.
അപ്പോൾ ഞാൻ തൃശ്ശൂരിൽ നിന്ന് രാജനാണ്. കോൾ വിളിച്ചിട്ട് കിട്ടുന്നില്ല സാർ. അമ്മ എന്ന സംഘടന നല്ല രീതിയിൽ പോകണം. ഒരു സമുദായ ചർച്ചയിൽ അതിൻ്റെ നല്ല നിലപാടുകൾ അതിന് നല്ല നിലപാടുള്ള വ്യക്തികൾ വരണം എന്ന് എന്നോട് പറയുന്നു. മുരളി 3675 നമ്മുടെ ഇത് ഒക്കെ ഉണ്ട്. ഒരു അമ്മയെ നഷ്ടപ്പെട്ട വേദനയിൽ ജീവിക്കുന്ന എന്നെപ്പോലുള്ളവർ ഇനി കേസ് കൊടുക്കും, AMMA എന്ന് പറഞ്ഞാൽ മതി എന്നാണ് പറയുന്നത്. അമ്മയെന്ന് കേൾക്കുമ്പോൾ തന്നെ ഇതാവുന്നു. ഇപ്പോൾ സദാശിവൻ നായർ എന്നോട് പറയുന്നത്, ഞാൻ പൊതുവേദിയുടെ സ്ഥിരം പ്രേക്ഷകനാണ്, വിളിച്ചിട്ട് കിട്ടാറില്ല, കമൻ്റ് അയച്ചാൽ പലപ്പോഴും കമൻറ്റ് വായിക്കാറില്ല, വായിച്ചാൽ തന്നെ പേര് പറയാറില്ല, പേര് പറഞ്ഞാൽ തന്നെ തെറ്റിപ്പറയും. എൻ്റെ പൊന്ന് ശ്രീ സദാശിവൻ നായർ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്. അത് ഈ പൊതുവേദി കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അറിയാം. സ്ഥിരം പ്രേക്ഷകനാണ് എന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ കമൻറ്റുകൾ ഞാൻ വായിക്കാറുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആരോപണം നോക്കൂ, സ്ഥിരം പ്രേക്ഷകനാകുന്നു, വിളിച്ചാൽ കിട്ടാറില്ല, അപ്പോൾ കമൻ്റ് ഇട്ടാൽ വായിക്കാറില്ല, വായിച്ചാൽ തന്നെ പേര് തെറ്റിച്ചാണ് പറയുന്നത്. അങ്ങനെ തെറ്റിപ്പറഞ്ഞാലും അദ്ദേഹം പിന്മാറില്ല എന്ന് പറയുന്നിടത്ത് അദ്ദേഹം പൊതുവേദിയുമായുള്ള ഐക്യം അത് ഞാൻ അംഗീകരിക്കുകയാണ്. ഏതായാലും സദാശിവൻ നായർ നമ്മുടെ പൊതുവേദിയുടെ സ്ഥിരം പ്രേക്ഷകനാണ്. അദ്ദേഹം നമ്മുടെ വേണ്ടപ്പെട്ട ആളാണ്. ഇതൊരു കുടുംബമാണ് പൊതുവേദി എന്ന് പറയുന്നത് എന്ന് പറയുന്നു. അപ്പോൾ അതിൽ ആളുകൾ പലരും പറയുന്നു, ഈ കമൻറ്റ് ഇടുമ്പോൾ നല്ല സഭ്യമായ ഭാഷ ഉപയോഗിക്കാത്തതിനെ സംബന്ധിച്ചുള്ള പരാമർശം ഗൗതം പറയുന്നു. അപ്പോൾ ഇവിടെ എല്ലാവരും സഭ്യമായ ഭാഷ ഉപയോഗിക്കാത്ത ഒരാൾ കമൻ്റ് ഇട്ടു. ആ കമൻറ്റിനെയാണ് എല്ലാവരും ഇത് വിമർശിക്കുന്നത്. അപ്പോൾ പുത്തൻ വീട്ടിൽ പറയുന്ന 2010 ശേഷം ഇറങ്ങി എത്ര പടങ്ങൾ റിപ്പീറ്റ് കാണാൻ കഴിയും? ഒരെണ്ണമില്ല. ഹിറ്റ് പടങ്ങൾ പോലും റിപ്പീറ്റില്ല. കഞ്ചാവും ഡ്രഗ്സും ഒക്കെയാണ് പ്രധാനമായും കടന്നു വരുന്നത് എന്ന് ഒക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്നോടൊപ്പം നമ്മുടെ കൃഷ്ണൻകുട്ടി മണിമല എത്തിയിട്ടുണ്ട്, ബിനോയ് ഉണ്ട്, റഷീദുണ്ട്. നമുക്ക് ആകെ 3 മിനിറ്റ് സമയമേ ഉള്ളൂ. അപ്പോൾ ഇവരെല്ലാം കുറച്ചു നേരമായിട്ട് കാത്തിരിക്കുകയെന്ന് എനിക്കറിയാം, ഇപ്പോഴാണ് ഞാൻ കണ്ടത്. ഓക്കെ, ഏതായാലും ശ്രീ കൃഷ്ണൻകുട്ടി മണിമല ചുരുങ്ങിയ വാക്കുകളിൽ അങ്ങയ്ക്കും പിന്നെ അതിനുശേഷം ബിനോയ്ക്കും നമ്മുടെ റഷീദ് കൊയിലാണ്ടിക്കും ഒക്കെ പ്രതികരിക്കാവുന്നതാണ്. നമസ്കാരം. നമസ്കാരം. മണികളിലൊക്കെ നല്ല അടിപൊളി മഴയാ. അവിടെ മഴയുണ്ടോ? ഇവിടെ തിരുവനന്തപുരത്ത് ഉച്ചയ്ക്ക് ശേഷം നല്ല മഴയുണ്ടായിരുന്നു. മണിമല പക്ഷേ മഴ പെയ്താൽ അതിമനോഹരിയാകും എന്ന് ഞാൻ ഒരു തവണ അതുവഴി. മണിമല മഴ പെയ്താൽ നല്ല സുന്ദരിയാകും. മണിമലയാറ് ചിലപ്പം നിറഞ്ഞു കവിഞ്ഞ് ഒഴുകും. പിന്നെ നീന്താനൊക്കെ അറിയാം. മണിമലയാറിന് പിന്നെ ഒരു ഗുണമുണ്ട്, തുറന്നു വിടാൻ അണക്കെട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് നാച്ചുറലായിട്ടുണ്ടാകുന്ന വെള്ളപ്പൊക്കം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഉണ്ടാക്കുന്ന വെള്ളപ്പൊക്കം ഇല്ല. എങ്കിലും ചില സമയത്തൊക്കെ നന്നായിട്ട് മണിമല ടൗണിലൊക്കെ വെള്ളം കയറാറുണ്ട്, ഒരു 3-4 വർഷം കൂടുമ്പോൾ. ഇതൊക്കെയാണ് മണിമലയുടെ അവസ്ഥ. ഇപ്പൊ നല്ലതായിട്ട് പെയ്യുന്നുണ്ട്. നമ്മുടെ വിഷയത്തിലേക്ക് വന്നാല്, സംഘടന കൊണ്ട് ശക്തരാവുക എന്ന് പറഞ്ഞത് നമ്മുടെ ശ്രീനാരായണ ഗുരുവാണ്. അതെ, പ്രബുദ്ധരാകാനും സംഘടന കൊണ്ട് ശക്തരാകാനും മലയാളി ഉപദേശിച്ചു. സംഘടന കൊണ്ട് ശക്തരാവുക. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് സംഘടന കൊണ്ട് അശക്തരാവുകയാണ് ഇവർ ചെയ്യുന്നത്. അതിവർക്ക് മനസ്സിലാകാത്ത എന്താന്ന് വെച്ചാല്, ഇവര് ചെയ്യുന്ന, നമ്മൾ സിനിമയിൽ ഇവർ കാണിക്കുന്നതൊക്കെ വല്ലവരും എഴുതി കൊടുത്ത സംഭാഷണവും ചലനങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് ഏതെങ്കിലും സംവിധായകൻ പറഞ്ഞു കൊടുക്കുന്നതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് സ്വന്തമായ എന്തെങ്കിലും കാര്യമായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. സംവിധായകന്റെ താളത്തിനകത്ത് തുള്ളി പഠിച്ചവര് വേറൊരു സംവിധായകൻ ഇല്ലാത്ത കുഴപ്പമാണ് ഇവർക്കുള്ളത്. നല്ലൊരു സംവിധായകൻ ഉണ്ടെങ്കിൽ ഇവരുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പോകുമായിരുന്നു. ഒന്നിനെ വകവെക്കുന്നില്ല. ഒരു നാഴിക്കകത്ത് ഇറങ്ങൂല എന്ന് പറഞ്ഞ പോലെ മലയാള സിനിമയിൽ ഇപ്പൊ അതില്ല, ഉള്ളവർ കുറഞ്ഞു വരികയാണ്. പിന്നെ സിനിമയിൽക്കാർക്ക് രാഷ്ട്രീയം കൂടിപ്പോയി. ഇപ്പോൾ ഒരു പിന്നെ സിനിമാ നടന്റെ പേര് പറഞ്ഞാൽ അയാൾക്ക് ആഭിമുഖ്യം BJP-യോടാണെന്നോ മറ്റേയാൾക്ക് കോൺഗ്രസിനോടാണെന്നോ അല്ലെങ്കിൽ CPM-നോടാണെന്നോ ഒക്കെ പറഞ്ഞ് ആ ഒരു വേർതിരിവ് ഇവരുടെ വന്നു കഴിഞ്ഞു. ശ്വേതാ മേനോന്റെ ആഭിമുഖ്യം BJP-യോടാണെന്ന് വരെ ഇങ്ങനെ പറയുന്നു. കോൺഗ്രസിനോടാണെന്നാണ് വേറെ ചിലർ പറയുന്നത്. എനിക്ക് സത്യത്തിൽ അതെ, കോൺഗ്രസിനോടുള്ള ആഭിമുഖ്യമുള്ള രമേശ് പിഷാരടി. ഈ രമേശ് പിഷാരടി ശ്വേതാ മേനോൻ തമ്മിലുള്ള സംഭാഷണം പുറത്തു വന്നതൊക്കെ കണ്ടില്ലേ? അങ്ങനെ ആൾക്കാർ പരസ്പര വിശ്വാസത്തോടെ പറയുന്ന സംഭാഷണങ്ങൾ പുറത്തു വിടാൻ പാടുണ്ടോ? അതൊരു മാന്യതയ്ക്ക് കുറവല്ലേ? അവർ തമ്മിലുള്ള സംഭാഷണം അവർ തമ്മിലേ അറിയാവൂ. അവരുടെ ആൾക്കാരിരിക്കുന്നത് മാത്രമേ വെളിപ്പെടുത്താവൂ. ഇത് ലോകത്തിനോട് മൊത്തം വെളിപ്പെടുത്തുമ്പോ ആ സിനിമയ്ക്കുള്ളിലെ കാര്യങ്ങളെല്ലാം നമ്മൾ അറിയല്ലേ ചെയ്യുന്നേ. ഇങ്ങനെയുള്ള കുഴപ്പങ്ങൾ കൊണ്ട് സംഭവിക്കുന്നത്, പണ്ട് വിജയശ്രീ എന്ന് പറയുന്ന ഒരു നല്ലൊരു നടിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. അതുപോലെ ശോഭ എന്ന് പറയുന്ന നല്ലൊരു നടിയായിരുന്നു, അവർക്ക് ജീവൻ വെടിയേണ്ടി വന്നില്ലേ? തിലകൻ അനുഭവിച്ച കഷ്ടപ്പാട് നമ്മൾ കണ്ടതല്ലേ? അതുകൊണ്ട് മലയാള സിനിമയ്ക്ക് നഷ്ടമല്ലേ ഉണ്ടായിട്ടുള്ളൂ. ഇങ്ങനെയൊക്കെ നഷ്ടങ്ങൾ ഉണ്ടാവാതെ നല്ല കഴിവുള്ള കലാകാരന്മാർ മുന്നോട്ട് പോവുകയും ഈ പറഞ്ഞ പോലെ അവശ്യ കലാകാരന്മാർക്ക് സഹായം കിട്ടുകയും
മലയാള സിനിമയ്ക്ക് നല്ല ഉന്നതി, ലോകോത്തര സിനിമകൾ നമ്മുടെ സമയം ഉണ്ടാകുന്ന അതിക്രമിച്ചുകൊണ്ടതാണ്. ഏതായാലും അങ്ങയുടെ നിലപാടുകൾ വ്യക്തമാണ്. അപ്പോൾ ശ്രീ ബിനോയ്, ഒരു നമ്മുടെ അത് കഴിയാറായി. അങ്ങ് ഇതിൽ ചുരുക്കിയ വാക്കുകളിൽ ശ്രീ റഷീദ് കൊയിലാണ്ടിയും അങ്ങ് കഴിഞ്ഞിട്ട്. ഹലോ, നമസ്കാരം മനു. നമസ്കാരം. എന്തായാലും അമ്മ എങ്ങനെ പോയാലും ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ, മലയാള സിനിമയെ ഇത് നിലനിൽക്കുമോ ബിനോയ്? ഇത് തുടരുമോ അതോ ഇത് പൊളിഞ്ഞു പോവുമോ? അല്ല, അത് അതല്ലേ പറഞ്ഞ, അവരെങ്ങനെ കടന്ന് മുറിഞ്ഞാലും അവര് എങ്ങനെ കടന്ന് അടികൂടിയാലും പ്രശ്നം ഉണ്ടാക്കിയാലും മലയാള സിനിമയാണ് ഓരോ കാലഘട്ടത്തിലെയും സ്റ്റൈലുകളും മോഡലുകളും നമ്മളെ സംസ്കാരവും നിലനിർത്തുന്നത്. അത് നിലനിർത്തിക്കൊണ്ട് പോവുക. ഇപ്പോഴത്തെ അമ്മയുടെ പോക്കൊന്നും ശരിയല്ല. ആര് വന്ന് ഭരിച്ചാലും ഇപ്പോഴത്തെ അമ്മയുടെ പോക്ക് ശരിയല്ല. അതിനകത്ത് ഉചിതമായ ആളുകളെ മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് ഇനി അമ്മ പുനഃസംഘടിപ്പിക്കുക. 5 സിനിമയിൽ കൂടുതൽ അഭിനയിക്കാത്ത ആളുകളെ ദയവായി ഈ അമ്മയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യരുത്. അവര് ഇതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടി കണക്കാണ് ഇപ്പൊ കൊണ്ടുപോകുന്നത്. അതെന്നേക്കുമായിട്ട് വ്യക്തമാണ്. അപ്പൊ ലാസ്റ്റ് ശ്രീ റഷീദ് കൊയിലാണ്ടി, അങ്ങേ സിനിമ ആരാധകനും കൂടി ആയതുകൊണ്ട് ഞാൻ പറയാണ്, ഒരു വാക്കിൽ അങ്ങേക്ക് ഉപസംഹരിക്കുന്ന സമയം കഴിഞ്ഞു പോയി. എന്നെ പ്രവീൺ എങ്ങനെ ഫോണിൽ പറഞ്ഞുകൊണ്ടിരിക്കുക അത് കഴിഞ്ഞു എന്ന്. ഓക്കെ ഞാനൊന്നും പറയുന്നില്ല. നമ്മെ സംബന്ധിച്ചൊരു കേരളം മുഴുവനും ഫിഫ വേൾഡ് കപ്പിനോടൊപ്പമാണുള്ളത്. അപ്പൊ എന്താന്ന് വെച്ചാല് ഓർവിളികളും വെല്ലുവിളികളും ഒക്കെയാണ് ഫാൻസ് അസോസിയേഷനിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. റഷീദ് കൊയിലാണ്ടി അർജന്റീനയുടെ ഒപ്പമാണോ? ഞാന് ബ്രസീലിനൊപ്പമാണ്. എന്റെ മക്കളെ പല ഗ്രൂപ്പുകളിലാണ് ഉള്ളത്. അവർക്കൊക്കെ എന്നെക്കാൾ കളിക്കാരെ വളരെ വ്യക്തമായിട്ടും ശക്തമായിട്ടൊക്കെ അറിയാം. അപ്പൊ ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാല്, ഇനിയുള്ള ചർച്ചകളിൽ ആര് ജയിക്കും ആര് തോൽക്കും, ഇന്നത്തെ കളി എങ്ങനെ, ആരൊക്കെയാണ് കളിച്ചത് എന്നുള്ള വിലയിരുത്തലായിരിക്കും ഏറ്റവും നന്നാവും. കാരണം ഈ സിനിമയെ കുറിച്ചൊക്കെ ഇപ്പോ ആളുകൾ ചാനലിലൂടെ കേൾക്കുമ്പോൾ ചാനൽ അടിച്ചു കളയില്ല. കാരണം സമയം അതിക്രമിച്ചുകൊണ്ട് അങ്ങ് പറഞ്ഞു ശരിയാണ്. നമുക്കൊരു ദിവസം ഫുട്ബോളും ഒക്കെ ചർച്ച ചെയ്യാം. അപ്പോൾ ശ്രീ റഷീദ് കൊയിലാണ്ടി ബ്രസീലിൻ്റെ ആളാണ്. അപ്പോൾ ബ്രസീൽ എനിക്കും ഇഷ്ടപ്പെട്ട ടീമാണ്. കാരണം ബ്രസീലുകാർ പോർച്ചുഗീസ് ഭാഷയാണല്ലോ സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഞാൻ കുറച്ച് പോർച്ചുഗീസ് പഠിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ വളരെ നന്ദി ശ്രീ റഷീദ് കൊയിലാണ്ടി, അങ്ങയുടെ അഭിപ്രായത്തിന് വളരെ നന്ദി. അപ്പോൾ ഒബ്രിഗാദോ എന്നാണ് പോർച്ചുഗീസിൽ താങ്ക് യു എന്ന വാക്ക് പറയുക. അപ്പോൾ ഒബ്രിഗാദോ. അതോടൊപ്പം ഈ വിഷയം ഞാൻ യൂട്യൂബിൽ പ്രേക്ഷകർക്കൊപ്പം പങ്കുവച്ചിരുന്നു. ഞാൻ അവരോട് ചോദിച്ചൊരു ചോദ്യം, ഇതൊക്കെ ഈ പ്രശ്നം പരിഹരിച്ച് ശ്വേതയ്ക്കും സംഘത്തിനും പ്രശ്നം പരിഹരിക്കാൻ കഴിയുമോ എന്നായിരുന്നു. അതിൽ 23% ആളുകൾ പറയുന്നു കഴിയും, പക്ഷേ 77% ആളുകൾ ശ്വേതയും സംഘവും മാറുന്നതാണ് നല്ലത് എന്ന് പറയുന്നു. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, കല മനുഷ്യനെ സ്വാധീനിക്കുന്നു. ഒരു സിനിമയും ഒരു കഥാപാത്രവും ഒരു വാക്കും ഒരു നിലപാടും തലമുറകളെ പ്രചോദിപ്പിക്കുന്നു എന്നതാണ് കലാകാരൻ മനസ്സിലാക്കേണ്ടത്. സമൂഹ മനസാക്ഷിയുടെ പ്രതിഫലനമാകണം കലാകാരൻ. വെള്ളിത്തിരയിൽ അവർ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ പോലെ തന്നെ ജീവിതത്തിലും അവർ ഉയർന്ന ധാർമ്മിക മൂല്യങ്ങൾ പുലർത്തണം, സാമൂഹിക ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കണം, അവർ മാതൃകകളാകണം എന്നാണ് സമൂഹം ആഗ്രഹിക്കുന്നത്. വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, സംഘടനാപരമായ പ്രതിസന്ധികൾ ഉണ്ടാകാം. പക്ഷേ അതിനെ അതിജീവിച്ച് കൂടുതൽ സുതാര്യതയോടെ പരസ്പര ബഹുമാനത്തോടെ മുന്നോട്ട് പോകാനുള്ള ഉത്തരവാദിത്വം കലാസമൂഹത്തിനുണ്ട്. അത് ഈ നാട് അവരെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.